Hi students, welcome to GEC IAS. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് എടുക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കറണ്ട് അഫെയർസ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് അതിൻ്റെ ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആക്കണം, ഇല്ലെങ്കിൽ ബിൽഡിംഗ് കൊളാപ്സ് ആവും. അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ബ്ലൂ പ്രിൻ്റ് വേണം. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങളുടെ കറണ്ട് അഫെയറിനുള്ള ബ്ലൂ പ്രിൻ്റാണ്. UPSCയെ പറ്റി ഞാൻ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, UPSCയിൽ നിങ്ങൾക്ക് അറിവ് വേണം, യു നീഡ് നോളജ്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് വിസ്ഡം. ദാറ്റ് ഈസ് ഹൗ യു അപ്ലൈ യുവർ നോളജ്. അപ്പം അറിവ് അല്ലെങ്കിൽ നോളജ് മാത്രം പോരാ, അറിവിനെ ഉപയോഗിക്കാനും പഠിക്കണം. ആപ്ലിക്കേഷൻ സൈഡിൽ നിങ്ങൾ സ്ട്രോങ് ആവണം. വെറുതെ കുറേ കാര്യങ്ങൾ വായിച്ചാൽ പോരാ, എങ്ങനെ വായിക്കണമെന്ന് അറിയണം, എങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ കറണ്ട് അഫെയറും കുറേ കാര്യങ്ങൾ വായിക്കുകയല്ല, യു നീഡ് ടു ഹാവ് എ പ്രോപ്പർ സ്ട്രാറ്റജി ഓൺ ഇറ്റ്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ ക്ലാസ് നമ്മൾ വളരെ വിശദമായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ എൻഡ് വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് വേണ്ട വേറെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ആണ്, ക്ഷമ വേണം. ഓക്കെ, ക്ഷമയില്ലാത്തവന് UPSC ക്രാക്ക് ചെയ്യാൻ പാടായിരിക്കും. ക്ഷമയുണ്ടെങ്കിലേ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ forget about UPSC. You need to be consistent. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ആമുഖം എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ കറണ്ട് അഫെയർ എന്ന് കേൾക്കുമ്പോൾ വലിയ ഡൗട്ടുകൾ ഉണ്ടാകുന്നത്? അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ യു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ്. ഇവിടെ ഇപ്പോൾ വിഷൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാം, IAS ബാബ, ഇൻസൈറ്റ്സ്. ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് മാത്രം ഇട്ടതാണ്. ഇനി ദൃഷ്ടിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദർ ആർ മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾ നാഷണൽ ലെവലിൽ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റിലെടുത്താൽ തന്നെ ഇവിടെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ കുറേ മെറ്റീരിയൽ ഉണ്ട്, ഏത് പഠിക്കണമെന്ന് തന്നെ കുട്ടികൾക്ക് ഡൗട്ടാവും. അപ്പോൾ ചിലർ പറയില്ലേ, സമുദ്രത്തിൻ്റെ മുമ്പിൽ കണ്ണും തട്ടി നോക്കി നിൽക്കുന്ന ബാലൻ. ആ ഒരവസ്ഥ ആവരുത് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പഠിക്കണമെന്ന് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും, എത്രത്തോളം പഠിക്കണമെന്ന് അറിയണം. ദർ ഷുഡ് ബി സം ലിമിറ്റ്സ്, റൈറ്റ്? അപ്പോൾ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ലൈക്ക് 9 to 10 years ബാക്ക് ഇത്രത്തോളം സോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. മാക്സിമം നമ്മൾ ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസീനും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൽ പല മാഗസീനുകളും UPSC റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, ജനറൽ മാഗസീൻസ് ആണ്. അപ്പോൾ കണ്ടൻറ്റ് നമ്മൾ എടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ സമയത്ത് അങ്ങനെയല്ല, UPSCക്ക് വേണ്ടി തന്നെ ക്യൂറേറ്റഡ് ആയ ഇഷ്ടം പോലെ മാഗസീൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൺഫ്യൂഷനും ഉണ്ടാവും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ളൊരു കാരണമാവും. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മൾ ജനറലി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. കാരണം ഏത് സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പും എന്തിന് ഞാനിത് പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അക്കാഡമിക്കലി പഠിച്ച സാധനങ്ങൾ ഒട്ടും യൂസ്ഫുൾ ആവില്ല. പക്ഷേ ചോദിക്കും, എന്തിനാണിത് പഠിക്കുന്നത്? കാരണം ജോലിക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് UPSCയുടെ കറണ്ട് അഫെയർ കേസിൽ ഉണ്ടാവരുത്. കാരണം UPSC ഒരിക്കലും ഒരു ബുക്കിഷ് ആയിട്ടുള്ള ആളെയല്ല സിവിൽ സർവൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്, പുസ്തക പുഴുക്കളെ അല്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പാർട്ട് സ്ട്രോങ് ആവണം. നിങ്ങളൊരു കളക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടി മാത്രമല്ല, ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, മൾട്ടിപ്പിൾ ഡ്യൂട്ടീസ് കാണും, മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റി കാണും. കാരണം അവിടെ ഒരു ഡിസാസ്റ്റർ നടന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലും നിങ്ങൾക്ക് റോളുണ്ട്. അപ്പോൾ ഒരു ഫ്ലഡ് നടന്നാൽ ഫ്ലഡ് എന്താണെന്ന് അറിഞ്ഞാൽ പോരാ, കറണ്ട് പാറ്റേൺസ് ഓഫ് ഫ്ലഡ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പുതിയ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ക്രിമിനോളജിയിലെ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കണം. സോ യു ഷുഡ് ബി അപ്ഡേറ്റഡ് ഇൻ തിങ്സ്. അപ്പം കറണ്ട് അഫെയർ എന്തുകൊണ്ടെന്നുള്ള ഒരു ഫിലോസഫിക്കൽ ചോദ്യം വന്നാൽ നിങ്ങളിങ്ങനെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റണം. ലെറ്റ്സ് മൂവ് ഓൺ. ഇനിയും ആദ്യം ഞാൻ കഥ പറഞ്ഞു, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കാര്യത്തിലേക്ക് കടക്കുമ്പോൾ കറണ്ട് അഫെയറിൻ്റെ വെയിറ്റേജ്, പ്രിലിം സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആദ്യം നോക്കാം. കറണ്ട് അഫെയറിൻ്റെ വെയിറ്റേജ് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ എല്ലാ വർഷത്തെയും പാറ്റേൺസ് ഒന്നും പറയുന്നില്ല, നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തെ പാറ്റേൺസ് നോക്കാം. 2021 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 ചോദ്യങ്ങളാണ് കറണ്ട് അഫെയറിൽ നിന്ന് വന്നേക്കുന്നത്. 16 ക്വസ്റ്റ്യൻസ് 2021. അപ്പോൾ 32 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കറണ്ട് അഫെയറിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ വർഷത്തെ കട്ട് ഓഫ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 87-88 ആണ്. അപ്പോൾ നമ്മളിത് പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്താൽ കട്ട് ഓഫിൻ്റെ 200 മാർക്കാണ് GSൻ്റെ ടോട്ടൽ, അതിൻ്റെ കട്ട് ഓഫ് വരുന്നത് 87 to 88 ആയിരുന്നു. അപ്പോൾ ഈ 16 into 2 കറണ്ട് അഫെയറിന് 16 ക്വസ്റ്റ്യൻസ് into 2 32 മാർക്സ്. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് 88 ആണെങ്കിൽ 32 മാർക്ക് കറണ്ട് അഫെയറിൽ നിന്ന് സ്കോർ ചെയ്യാം. അപ്പം ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 40 to 42% ഓഫ് യുവർ കട്ട് ഓഫ് ക്യാൻ ബി സ്കോർഡ് ഫ്രം കറണ്ട് അഫെയർ. ഇനി നമ്മൾ 2022 പോയി കഴിഞ്ഞാൽ 22 ചോദ്യങ്ങളാണ്.
അപ്പോൾ 44 മാർക്സ്. ഈ വർഷവും കട്ട് ഓഫ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 87 or 88 സെയിം ആണ് ഏകദേശം. അപ്പോൾ 88 മാർക്കാണ് കട്ട് ഓഫ്. 44 മാർക്ക് നിങ്ങൾക്ക് കറണ്ട് അഫെയറിൽ നിന്ന് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കട്ട് ഓഫിൻ്റെ 50% നിങ്ങൾക്ക് എവിടെ നിന്ന് ഒപ്പിച്ചെടുക്കാം? കറണ്ട് അഫെയറിൽ നിന്ന് ഒപ്പിച്ചെടുക്കാം. നിങ്ങൾ കണക്ക് കറക്റ്റായിട്ട് അത് കാണാതൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ 2 വർഷം നോക്കിയാലും കട്ട് ഓഫിൻ്റെ 40% 2021 കട്ട് ഓഫിൻ്റെ ഏകദേശം 50% 2022 കറണ്ട് അഫെയറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനിയും ഈ 2023 എന്ന് പറഞ്ഞ വർഷം 2023 ഈ വർഷം കട്ട് ഓഫ് വളരെ ലോ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 74 to 75 എങ്ങാണ്ടാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പം 24 ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്കാവും കറണ്ട് അഫെയർ? 24 into 2 48 മാർക്സ് യു ക്യാൻ സ്കോർ ഫ്രം കറണ്ട് അഫെയർസ്. നിങ്ങളുടെ കട്ട് ഓഫ് എന്താ? ടോട്ടൽ കട്ട് ഓഫ് 200-ൽ വെറും 74 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫിൻ്റെ 62% കറണ്ട് അഫെയറിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതാണ് കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനിയിപ്പോൾ നമ്മൾ 2024 എക്സാം നോക്കിയാലും 87 മാർക്കാണ് കട്ട് ഓഫ് വരുന്നത് 200-ൽ ജനറൽ കാറ്റഗറിക്ക്. അപ്പം 88 മാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം 20 to 22 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏകദേശം 50% കട്ട് ഓഫിൻ്റെ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൽ നിന്ന് തന്നെ നേടാം. ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞാൻ തിയററ്റിക്കലി അങ്ങ് പറഞ്ഞു തന്നതാണ്. ഇൻ റിയാലിറ്റി ആർക്കും തന്നെ കറണ്ട് അഫെയറിൽ 100% ഹിറ്റ് റേറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. 90% നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, റൈറ്റ് എഫേർട്ട് ആണെങ്കിൽ, കറക്റ്റ് രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 80 to 90% വരെ കറണ്ട് അഫെയറിൽ ഹിറ്റ് റേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ 2025 നോക്കിയാലും യു ഹാവ് 22 ക്വസ്റ്റ്യൻസ്, 22 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയറിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കട്ട് ഓഫ് 85 to 90 എന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 40 to 50% കട്ട് ഓഫിൻ്റെ 40 to 50% വരെ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൽ നിന്ന് നേടാം തിയററ്റിക്കലി. ഓക്കെ, ഞാൻ പറഞ്ഞു കറണ്ട് അഫെയറിൽ ആർക്കും 100 കിട്ടാറില്ല, 100% സക്സസ് റേറ്റ് ഇല്ല. എന്നാലും ഇതിൻ്റെ ഒരു വെയിറ്റേജ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഏകദേശം ഒരു ക്രൂഡായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫിൻ്റെ ഏകദേശം 40 to 50% വരെ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൽ നിന്ന് ഒപ്പിച്ചെടുക്കാം. ഇനി കറണ്ട് അഫെയർ എന്തുകൊണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും പോളിറ്റിയും പഠിക്കും, ഹിസ്റ്ററിയും പഠിക്കും, ജോഗ്രഫിയും പഠിക്കും, എൻവയോൺമെൻറ്റും പഠിക്കും. അത് മിക്ക കുട്ടികളും ഒരുമാതിരി നല്ല രീതിയിൽ പഠിക്കും. കറണ്ട് അഫെയറിൻ്റെ കേസിൽ യു വിൽ ഹാവ് ആൻ എഡ്ജ്. ബാക്കിയുള്ളവർ ചിലപ്പോൾ കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യണമെന്നില്ല. പല കുട്ടികളും ഉഴപ്പുന്ന ഒരു സൈഡാണ് കറണ്ട് അഫെയർ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് നല്ലോണം പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് ആൻ എഡ്ജ്. UPSC എല്ലാ മാർക്കും ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ കട്ട് ഓഫ് 87 ആണ്, നിങ്ങൾക്ക് 86 ആണെങ്കിൽ നിങ്ങൾ കയറില്ല. അപ്പോൾ ആ ഒരു മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഡ്ജ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഏരിയയാണ് കറണ്ട് അഫെയർ. ഇനി മെയിൻസ് എഴുതുമ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. ക്വസ്റ്റ്യൻസ് പലപ്പോഴും കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ആൻസറിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആൻസർ എൻറിച്ച്ഡ് ആവും. അപ്പോഴാണ് അതിന് മാർക്ക് കൂടുതൽ വീഴുക. അപ്പോൾ ഈ എങ്ങനെ നോക്കിയാലും കറണ്ട് അഫെയർ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്, വെയിറ്റേജ് സേക്ക് ആണെങ്കിലും നിങ്ങളുടെ മെയിൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ എന്താ പഠിച്ചേ? കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന്, ആസ് എ സിവിൽ സർവീസ് ആസ്പിരൻറ്റ്, ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്, എന്താണ് സിവിൽ സർവീസിൽ കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറഞ്ഞു. 2, ഇൻ റിയാലിറ്റി നമ്മൾ ഈ എക്സാംസേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ അതൊരു ജേർണലിസ്റ്റിക് ടേമാണ്. അതിനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പം ഒരു UPSC ആസ്പിരൻറ്റിന് എന്താണ് കറണ്ട് അഫെയർ? ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട കറണ്ട് അഫെയർ ഇറ്റ് ഷുഡ് ബി റിലേറ്റിംഗ് ടു UPSC. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നിങ്ങൾ സിലബസ് ഉണ്ട്, നിങ്ങൾക്ക് വ്യക്തമായ സിലബസ് ഉണ്ട്, നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക. ഇനി തുടക്കത്തിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു കുട്ടിക്ക് സിലബസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ റിട്ടേൺ സിലബസ് കിട്ടുമെന്നേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ആ മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം വളരെ നോർമലാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ ദിവസം ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ ഒരു 25 പുള്ളപ്പ് അങ്ങ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സ്ലോലി യു വിൽ പ്രോഗ്രസ്. UPSC ജേർണി അങ്ങനെയാണ്. പിന്നെ എക്സെപ്ഷണലായിട്ട് കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ജിമ്മിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് 50 പുള്ളപ്പ് എടുക്കുന്നവർ, ദേ ആർ എക്സെപ്ഷണൽ. അവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. പക്ഷേ അതൊരു വളരെ ചെറിയ മൈനോറിറ്റിയാണ്. നമ്മളത് നോക്കണ്ട. ബാക്കി എല്ലാവരും തന്നെ ഒരു 99.999% ഒരു ജേണിയാണത്. പയ്യെ അവർ പെർഫെക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിൽ പയ്യെ നമ്മൾ ആ ലെവലിലേക്ക് എത്തും. നമുക്ക് മനസ്സിലാവും എന്ത് വേണ്ട, എന്ത് വേണം എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. സുപ്രീം കോടതിയുടെ പ്രധാനമായിട്ടുള്ള പുതിയ എന്തെങ്കിലും വിധി വന്നു. ഇത് എക്സാമ്പിളാട്ടോ പറയുന്നത്.
നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ ജനറൽ സിറ്റിസൺട്രിയുടെ റൈറ്റ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. യു ആർ സപ്പോസ് ടു സ്റ്റഡി ദാറ്റ്. ഇപ്പോൾ നിങ്ങളുടെ സിലബസിലുള്ളതാണ് പ്രസിഡൻറ്റ്. ആ പ്രസിഡൻറ്റിനെ പറ്റിയ ഒരു വിധി കോടതി കൊടുത്തു. യു നീഡ് ടു സ്റ്റഡി ദാറ്റ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പിന്നെ നല്ല നല്ല ഡേറ്റകൾ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഐ എം ജസ്റ്റ് ഗീവിങ് എൻ എക്സാമ്പിൾ. ഇനി നമ്മളെ സംബന്ധിച്ച് എന്താണ് സി എ? വാട്ട് ഇസ് സി എ ഫോർ ആൻ ആസ്പിരൻറ്റ്? അപ്പോൾ ഈ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ പുതിയതായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കറണ്ട് അഫെയർ. എന്തെങ്കിലും ഒരു പുതിയ കാര്യം സംഭവിച്ചു, അതാണോ കറണ്ട് അഫെയർ? അത് കറണ്ട് അഫെയർ ആണ്. നമ്മളൊരു പുതിയ ഡിസ്കവറി നടത്തി, പുതിയതായിട്ടൊരു വാർത്ത വരുന്നു, ഇറ്റ് ഈസ് ഓൾ കറണ്ട് അഫെയർ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫാക്ട്സ്, ഡേറ്റ, ഇവൻറ്റ്സ് എന്തോ ആയിക്കോട്ടെ, പുതിയതായിട്ട് നടക്കുന്ന ഏതെങ്കിലും അച്ചീവ്മെൻറ്റ് എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മളെ സംബന്ധിച്ച് കറണ്ട് അഫെയർ ആണ്. UPSC റിലേറ്റഡ് ആയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും സംഭവ വികാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കറണ്ട് അഫെയർ ഫോർ അസ്. എഗ്രീഡ്. പക്ഷെ അത് മാത്രമാണോ ഒരു UPSC ആസ്പിരൻറ്റിന് കറണ്ട് അഫെയർ? അല്ല. ഒരു ന്യൂസ്, ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ഇഷ്യൂ എന്തോ ആയിക്കോട്ടെ, റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസിൽ വരികയാണെന്ന് വെച്ചോ, നമ്മളെ സംബന്ധിച്ചോളം അത് കറണ്ട് അഫെയർ ആണ്. അതൊരു 100 വർഷം മുമ്പ് നടന്ന കാര്യമായിക്കോട്ടെ, എന്നാലും അത് റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസിൽ വരികയാണെങ്കിൽ ദിസ് ഇസ് കറണ്ട് അഫെയർ ഫോർ അസ്. എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു സംഭവം നടന്നു, അതിൻ്റെ 150ാമത്തെ വാർഷികമാണ്. ആ ഒരു 150ാമത്തെ വാർഷികമായത് കാരണം ആ വർഷം പേപ്പറിൽ സ്ഥിരം ഈ കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇത് 150 വർഷം മുമ്പ് നടന്നതാണെങ്കിലും ഇറ്റ് ഈസ് കറണ്ട് അഫെയർ. കാരണം എന്താ? ഈ കാര്യം നമ്മുടെ ന്യൂസ് പേപ്പറിൽ എപ്പോഴും റിപ്പീറ്റഡ് ആവുന്നു. അതുകൊണ്ട് നമ്മളത് പഠിച്ചു വെക്കണം. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും നടന്നാൽ മാത്രമല്ല നമുക്ക് കറണ്ട് അഫെയർ. ന്യൂസിനകത്ത് UPSC റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ അതും നമുക്ക് കറണ്ട് അഫെയർ ആണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു കാര്യമാണ് കറണ്ട് അഫെയർ ആൻഡ് സ്റ്റാറ്റിക് ലിങ്കേജ്. CA സ്റ്റാറ്റിക് ലിങ്കേജ് ഇതെന്താണ്? ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. UPSC പലപ്പോഴും UPSCയുടെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ആൾക്കാർ കറണ്ട് അഫെയർ വായിക്കും. കറണ്ട് അഫെയറിൻ്റെ കാര്യം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. പക്ഷെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് സെയിം കാര്യത്തിൻ്റെ സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന്. എക്സാമ്പിൾ, താജ്മഹൽ ന്യൂസിലുണ്ടായിരുന്നെന്ന് വെച്ചോ. ഇവർ താജ്മഹലിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. പക്ഷെ നിങ്ങളോട് അവർ ചോദിക്കാൻ പോകുന്നത് താജ്മഹലിനെ പറ്റി ആയിരിക്കില്ല, ചിലപ്പോൾ ഷാജഹാനെ പറ്റിയായിരിക്കും. നമ്മൾ താജ്മഹലിനെ പറ്റി പഠിക്കുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ് ഫ്രം ഇറ്റ്സ് ബിൽഡർ. ഇനി അല്ലെങ്കിൽ താജ്മഹലാണ് കറണ്ട് അഫെയറിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം മുഗൾ ആർക്കിടെക്ചറിനെ പറ്റിയായിരിക്കും. മനസ്സിലായോ? അപ്പം കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടായിരിക്കും അവർ ചോദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പക്ഷേ ചോദ്യം ചോദിക്കുന്നത് കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റഡ് ആയ ഇതിൻ്റെ സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നാണ്. അണ്ടർസ്റ്റുഡ് ദിസ്? അപ്പം നമുക്ക് വി ഷുഡ് സ്റ്റഡി ദ കറണ്ട് അഫെയർ ആൻഡ് സ്റ്റാറ്റിക് പാർട്ട് റിലേറ്റഡ് ദ സെയിം കറണ്ട് അഫെയർ. ക്ലിയർ? ഇനി UPSC റീസണിങ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഈ ഇടയ്ക്ക് കാണുന്നൊരു ട്രെൻഡാണ്. നമ്മുടെ തലച്ചോറ് നല്ലോണം പരിശോധിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് കറണ്ട് ഇവൻറ്റ്. റുപ്പി ഈസ് ഡിപ്രിഷിയേറ്റിംഗ്. അപ്പോൾ UPSC ചോദിക്കാൻ പോകുന്നത് എന്താ? ഒരു 4 ഓപ്ഷൻ തന്നിട്ട് രൂപ ഡിപ്രീസിയേറ്റ് ആയാൽ ഈ 4ൽ ഏത് സംഭവിക്കും? A and B സംഭവിക്കുമോ? B and C സംഭവിക്കുമോ? അല്ലെങ്കിൽ 1 and 2 സംഭവിക്കുമോ? 3 and 4 സംഭവിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യം UPSC ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് വരികയാണ് ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ കൂടുന്നു. അപ്പോൾ UPSC റീസണിങ് ബേസ്ഡ് ചോദ്യം ചോദിക്കുകയാണ്. കറണ്ട് അഫെയർ എന്താണ്? ഇൻഫ്ലേഷൻ കൂടുകയാണ്. UPSC ചോദിക്കാൻ പോകുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ കൂടിയാൽ ഇത് നടക്കുമോ? ഫസ്റ്റ് ഓപ്ഷൻ. ഇത് നടക്കുമോ? സെക്കൻഡ് ഓപ്ഷൻ. ഇത് നടക്കുമോ? തേർഡ് ഓപ്ഷൻ. ആദ്യത്തെ 2 ശരി, അതോ 1ഉം 3ഉം ശരിയാണോ, അതോ എല്ലാം തെറ്റാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. റീസണിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഒരു ഇവൻറ്റ് കറണ്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താവാം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും UPSC ചോദിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ മീറ്റ് മീ ഇൻ പേഴ്സൺ, ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ. ഇനി വാട്ട് ടു അവോയ്ഡ്. ഞാൻ നിങ്ങളോട് എന്ത് പഠിക്കണം, എന്താണ് ഒരു UPSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണമെന്നുള്ളത്. ഒന്ന്, പ്യുവർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ന്യൂസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതായത് ഒരു പാർട്ടിയിൽപ്പെട്ട ആൾ വേറൊരു പാർട്ടിയിൽപ്പെട്ട ആളെ കുറ്റം പറയുന്നു, പോളിസീസിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നു. ആ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് വലിയ സബ്സ്റ്റൻസ് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് വെറുതെ കുറ്റം പറയാൻ മാത്രം കുറ്റം പറയുന്നു, ഇതൊന്നും നമ്മൾ പഠിക്കണം. ദീസ് ആർ ഓൾ പൊളിറ്റിക്സ്. യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ദിസ്. ഇനി റാഡിക്കലായിട്ടുള്ള ചില ആർട്ടിക്കിളുകളുണ്ട്. അതായത് ഒരു സൈഡ് മാത്രം നോക്കി ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്?
അവർ റാഡിക്കൽ പെർസ്പെക്റ്റീവിലാണ് എഴുതുന്നത്. അത് മതപരമാകാം, പാർട്ടിയുടെ കാര്യങ്ങളാവാം, പൊളിറ്റിക്സ് ആവാം. അപ്പം വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. കാരണം വി നീഡ് ടു ഹാവ് എ ബാലൻസ്ഡ് അപ്രോച്ച്. ഇനി റാഡിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിളിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കാം. പക്ഷേ ജനറലി വളരെ റാഡിക്കലായിട്ടുള്ള ആർട്ടിക്കിളുകളിൽ നിങ്ങൾ സമയം കളയരുത്. ഇനി ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിനകത്തൊക്കെ ഒരു വളരെ ബ്ലേർഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതായത് ക്രൈം, ഒരാളൊരു കുറ്റം ചെയ്തു, ഒരു മർഡർ ചെയ്തു, നമ്മളെ സംബന്ധിച്ചോളം ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് റെലവൻറ്റ്. ഓക്കെ, ഒരാളൊരു കറപ്ഷൻ ചെയ്തു, ആ കറപ്ഷൻ ചെയ്തു അയാളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം, അയാളുടെ ട്രയലിൻ്റെ കാര്യം, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചോളം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലെങ്കിൽ മർഡർ, ആളെ പിടിച്ചു അറസ്റ്റ് ചെയ്തു, ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇപ്പോൾ കറപ്ഷൻ്റെ കാര്യം പറയുമ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉണ്ട്, അതെന്താണെന്ന് നമ്മൾ ചിലപ്പോൾ അറിയേണ്ടി വരും. അല്ലെങ്കിൽ ഈ കറപ്ഷൻ ഇന്ത്യയിൽ കൂടാൻ സാധ്യത എന്താ, ഒരു എത്തിക്സ് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വന്നാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രൈം ഇന്ത്യയിൽ കൂടുകയാണ്, അതിൻ്റെ എത്തിക്കൽ പെർസ്പെക്റ്റീവ്, സൊസൈറ്റൽ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാവണം. പക്ഷേ എന്ത് പഠിക്കണ്ട, ആ കേസിൽ എന്തൊക്കെ ദിവസം നടക്കുന്നു എന്നുള്ളത് പത്രത്തിൽ വരും, അത് നിങ്ങൾ പഠിക്കണ്ട. യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ദാറ്റ്. ഇനി ചില ആർട്ടിക്കിൾ, ഈ റാഡിക്കൽ ആർട്ടിക്കിളുടെ പ്രശ്നം എന്താ, ഗവൺമെൻറ് ബാഷിംഗ് ആണ് നടക്കുക. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ അനാലിസിസിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ, ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഹിന്ദു പോലുള്ള ന്യൂസ് പേപ്പറിൻ്റെ ഒരു ക്രിറ്റിസിസം എന്താണെന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ടാണ് ന്യൂസ് പേപ്പർ പലപ്പോഴും ആർട്ടിക്കിൾ വരുന്നത്, ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പോൾ ചിലരോട് ഞാൻ പറയും, നിങ്ങൾ സ്ഥിരം ഹിന്ദു വായിച്ചാൽ ചിലപ്പോൾ ഒരു ആൻറ്റി ഗവൺമെൻറ് സ്റ്റാൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് വായിക്കേണ്ട രീതി നമ്മൾക്ക് വായിക്കാൻ പറ്റണം. എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം, അത് നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ആൻസർ പേപ്പറിൽ പറയാം. പക്ഷേ ഒരു ഗവൺമെൻറ് ബാഷിംഗ് ആയി പോകരുത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സത്യം പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ സെലക്റ്റഡ് ആവണമെന്നില്ല. ബിക്കോസ് ബീങ് എ ഗവൺമെൻറ് സർവൻറ്റ്, നിങ്ങൾ ടോട്ടലി ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ഒരാളാണെങ്കിൽ വൈ വുഡ് ദേ ടേക്ക് യു? അപ്പോൾ വണ്ണിസ് എന്താ പറയുക, ശരിക്കുള്ള കാര്യം, പിന്നെ എക്സാം പാസ്സാവുന്നത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ വായിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ പൂർണ്ണമായ റാഡിക്കൽ ആർട്ടിക്കിൾസ് ആണെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊളിറ്റിക്കൽ ന്യൂസ്, റാഡിക്കൽ ആർട്ടിക്കിൾസ്, ഈ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അനാവശ്യമായ ന്യൂസുകൾ, ഇതൊന്നും നമ്മൾ ആവശ്യം ഇല്ല. ഇനി ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതിനെ വേണ്ട, പക്ഷേ ഇപ്പം ഞാൻ പറയും വേണമെന്ന്. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ചെസ്സും ക്രിക്കറ്റും ഒക്കെ റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം സ്പോർട്സ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എല്ലാ സ്പോർട്സും വായിക്കണോ? വേണ്ട, അതിനൊരു രീതിയുണ്ട്. അപ്പം വേറൊരു കാര്യമോട് ഞാൻ പറയാൻ വിട്ടുപോയി, ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേറൊരു മാർഗ്ഗമുണ്ട്. ജനറലി UPSCയിൽ ഉണ്ടാവുന്ന മാർഗ്ഗമാണ് UPSC പ്രിപ്പറേഷൻ്റെ ബൈബിളെന്ന് നമുക്ക് പറയാം. എന്തിന്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഏത് തരത്തിലെ കറണ്ട് അഫെയർ ആണ് UPSC ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ദ ബെസ്റ്റ് മെത്തേഡ് വുഡ് ബി ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ദാറ്റ് വിൽ പ്രൊവൈഡ് യു ദ വേ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പം ഇനി ഒരു തീം ബേസ്ഡ് അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. തീം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് തീമുകൾ മൈൻഡിൽ പ്ലാൻ ചെയ്യണം. പോസിബിൾ UPSCയിൽ വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഈ തീമുകളിൽ നിന്നാവാം ചോദ്യം വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ തീമാണ്, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഗ്ലേഷ്യർ മെൽറ്റിംഗ് നടക്കുന്നുണ്ട്, അപ്പം സീ ലെവൽ റൈസ് ചെയ്യും, അപ്പോൾ ഐലൻഡ് നേഷൻസ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ന്യൂസ് മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇത് പല ടോപ്പേഴ്സും പറയാറുണ്ട്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന തീമുകളിൽ നിന്നാണ് മെയിൻസിൽ ചോദ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ യു ഹാവ് ടു ഐഡൻറ്റിഫൈ സർട്ടൻ തീംസ്. കറണ്ട് അഫെയർ പഠിക്കുമ്പോഴും ഹാവ് തീം ബേസ്ഡ് നോട്ട്സ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെ സ്ട്രെസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊരു കറണ്ട് അഫെയർ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയർ ന്യൂസ് വായിക്കുമ്പോൾ, നിങ്ങൾ ഈ ഫ്രെയിം വർക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ആൻ എഡ്ജ് ഓവർ അതർ സ്റ്റുഡൻസ്. അത് എന്തുകൊണ്ടെന്നുള്ളത് എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വാട്ട് ടു പ്രിപ്പയർ, ഒരു കറണ്ട് അഫെയർ ആർട്ടിക്കിൾ കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ തിരയേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ, ന്യൂസ് ആർട്ടിക്കിൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. എന്തുകൊണ്ട് ഈ കാര്യം ന്യൂസിൽ വന്നു, അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ന്യൂസ് എടുക്കുമ്പോൾ ആ ന്യൂസിൽ തന്നെ കാണും എന്തുകൊണ്ട് ഈ കാര്യം ഇപ്പോൾ ന്യൂസിൽ വന്നു. സോ ഫസ്റ്റ് തിങ് യു ഷുഡ് സെർച്ച് ഫോർ ഇസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ആർട്ടിക്കിൾ. അത് കഴിഞ്ഞു, കോണ്ടെക്സ്റ്റ് മനസ്സിലായി. ഇനി രണ്ടാമത് നിങ്ങൾ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട്.
ഇപ്പം ഗസയിൽ ഇസ്രായേൽ ബോംബിങ് നടക്കുന്നു. അപ്പോൾ അതാണ് കോണ്ടെക്സ്റ്റ്. ന്യൂസ് വരുന്നു, 28 പേര് മരിച്ചു, 100 പേര് മരിച്ചു, ഇങ്ങനെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. ഇസ്രായേൽ പലസ്തീൻ വാറാണ്. ഇനി ഇത് എന്തുകൊണ്ട് നടന്നു, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണ്ടേ? അല്ലാതെ ഡെയിലി എത്ര പേര് മരിച്ചു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ആദ്യം ഒരു ന്യൂസിൽ നിങ്ങൾ കോണ്ടെക്സ്റ്റ് നോക്കുക, പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡേഞ്ചറസ് ടെൻഡൻസി ഉണ്ട് ചില കുട്ടികൾക്ക്. ഈവൻ ഐ ഹാഡ് ദ സെയിം. അതായത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങ് റിസർച്ച് രീതിയിൽ നിങ്ങൾ പഠിക്കാൻ പോകും. അപ്പോൾ പലസ്തീൻ ഇസ്രായേലിൻ്റെ കഥ പഠിക്കാൻ നിങ്ങൾ 8 മണിക്കൂർ എടുക്കുന്നു. ദാറ്റ് വോണ്ട് ബി ഫ്രൂട്ട്ഫുൾ. നിങ്ങളൊരു ആർട്ടിക്കിളിൽ കാണുമ്പോൾ കോണ്ടെക്സ്റ്റ് കണ്ടു, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ആർട്ടിക്കിളിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2-3 മിനിറ്റ് ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുക. അല്ലാതെ അതിൻ്റെ ചരിത്രം മൊത്തം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഒറ്റ ആർട്ടിക്കിൾ വായിക്കാനേ സമയം കിട്ടുള്ളൂ. അത് പാടില്ല. അപ്പോൾ നിങ്ങളൊരു ആർട്ടിക്കിൾ കണ്ടു, ആ പറയുന്ന ആർട്ടിക്കിളിനകത്ത് ബാക്ക്ഗ്രൗണ്ട് അധികം മെൻഷൻഡ് അല്ലെങ്കിൽ ടേക്ക് 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ്സ് ഫോർ ദ സെയിം നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ. അല്ലാതെ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങൾക്ക് ആ ഒരു ആർട്ടിക്കിൾ മാത്രം പഠിച്ചാൽ മതിയോ? GS പഠിക്കണ്ടേ, CSAT പഠിക്കണ്ടേ, ഓപ്ഷണൽ പഠിക്കണ്ടേ, ആൻസർ റൈറ്റിംഗ് ചെയ്യണ്ടേ, പ്രിലിംസിൻ്റെ MCQ ചെയ്യണ്ടേ? പേടിപ്പിക്കാൻ വേണ്ടിയല്ല, എല്ലാത്തിനും ആവശ്യത്തിന് സമയം കൊടുത്താൽ യു വിൽ ബി സക്സസ്ഫുൾ. അപ്പോൾ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ ആദ്യം നിങ്ങൾ എന്തുകൊണ്ട് ഈ ആർട്ടിക്കിൾ ന്യൂസിൽ വന്നു, കോണ്ടെക്സ്റ്റ്. രണ്ടാമത് എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആംഗിളാണ്. വി വിൽ യൂസ് ദ പെസ്റ്റൽ പ്രിൻസിപ്പിൾ. ദിസ് വിൽ ഹെൽപ്പ് യു ടു ഗെയിൻ എ 360-degree ഔട്ട്ലുക്ക് ഓൺ ദ സബ്ജക്റ്റ്. അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ വഴി നിങ്ങളെ പഠിപ്പിക്കാം. മുല്ലപ്പെരിയാർ ഡാം സേഫ്റ്റി കൺസേൺസ്. ഇങ്ങനൊരു ന്യൂസ് നിങ്ങൾ കണ്ടെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറാണ് വിഷയം. സേഫ്റ്റി നിങ്ങൾ വിട്ടേക്കുക, മുല്ലപ്പെരിയാറാണ് വിഷയം. അപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ വാട്ടർ ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കണ്ടാൽ അതിൻ്റെ പൊളിറ്റിക്കലും ഇക്കണോമിക്കലും സോഷ്യലും ടെക്നോളജിക്കലും ലീഗലും എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റുകൾ നമ്മൾ കവർ ചെയ്യാൻ നോക്കണം. പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റ്. ഇത് ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. പൊളിറ്റിക്കൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാടും കേരളവും ആയിട്ടുള്ള റിലേഷൻസ്, പൊളിറ്റിക്കൽ തിങ്സ് ബിഹൈൻഡ് യുവർ മുല്ലപ്പെരിയാർ. ഇനി ഇക്കണോമിക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഡാം വേണമെന്ന് വെച്ചോ. ആ ഡാമിൻ്റെ ഫണ്ടിങ് ആര് തരും? സെൻട്രൽ തരുമോ, സ്റ്റേറ്റ് തരുമോ? ഈ ഡാം ഏത് മോഡലിലായിരിക്കും ബിൽഡ് ചെയ്യുന്നത്? ഇത് ഗവൺമെൻറ് സ്വയം ബിൽഡ് ചെയ്യുമോ, കോൺട്രാക്റ്റ് കൊടുക്കുമോ, ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് വഴിയായിരിക്കുമോ ഇത് ബിൽഡ് ചെയ്യുന്നത്? ദിസ് ഇസ് ദ എക്കണോമിക് ആംഗിൾ. ഇനി സോഷ്യൽ ആംഗിൾ. ഒരു ഡാം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡാമിൻ്റെ അടുത്തുള്ള ചില ആൾക്കാരുടെ സ്ഥലം നഷ്ടപ്പെടും പുതിയ ഡാം ആകുമ്പോൾ. അല്ലെങ്കിൽ ചിലർ ജോലി ചെയ്യുന്ന അവിടെ ആയിരിക്കും, അവരുടെ ജോലി നഷ്ടപ്പെടും, സ്ഥലം നഷ്ടപ്പെടും. സ്ഥലം നഷ്ടപ്പെടുമ്പോൾ യു ഹാവ് ടു റീഹാബിലിറ്റേറ്റ് ദം. അവരെ എവിടെയെങ്കിലും പാർപ്പിക്കണ്ടേ? പാർപ്പിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നിങ്ങൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്തുള്ള ട്രൈബൽസ് ആയിരിക്കും, അവരെ പുനരുദ്ധരിപ്പിക്കണ്ടേ നിങ്ങൾ? യു ഡോണ്ട് ഡു ദാറ്റ്, ഇറ്റ് ഇസ് റോങ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നക്സലിസം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അതിനകത്തൊരു പ്രധാന കാരണം എന്താ? ഈ ട്രൈബൽസിനെ പല പ്രോജക്റ്റുകളുടെയും പേരിൽ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അവരെ പ്രോപ്പറായിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സർക്കാരിന് പറ്റിയിട്ടില്ല. അപ്പോൾ ദേ വിൽ മൂവ് ഓൺ ടു ദ എക്സ്ട്രീം പാത്ത്. ക്ലിയർ ആണല്ലോ? അപ്പം മുല്ലപ്പെരിയാർ നമ്മൾ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കി, ഇക്കണോമിക് ആംഗിൾ നോക്കി, സോഷ്യൽ ആംഗിൾ. റീഹാബിലിറ്റേഷൻ ആണ് സോഷ്യൽ ആംഗിൾ. ഇനി ടെക്നോളജിക്കൽ ആംഗിൾ നമ്മൾ നോക്കിയാൽ എന്താണ് മുല്ലപ്പെരിയാറിൻ്റെ ടെക്നോളജിക്കൽ ആംഗിൾ? ഇനി ഒരു പുതിയ ഡാം വന്നാൽ അത് ആർച്ച് ഡാം പണിയണോ, അതോ നമ്മളൊരു ഗ്രാവിറ്റി ഡാം ആണോ പണിയേണ്ടത്? ദിസ് ഇസ് ഓൾ ദ ടെക്നോളജിക്കൽ ആസ്പെക്ട് റിലേറ്റഡ് ടു ഡാം. ഇനി ലീഗൽ ആംഗിൾ ഇല്ല. ലീഗൽ ആംഗിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്, നിങ്ങൾ ആർട്ടിക്കിൾ 260 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ദ സെയിം. അപ്പം ഇതിൻ്റെ ലീഗൽ ആസ്പെക്റ്റുമായി. ഇനി എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റ് ഇല്ലേ? എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പല ഡാമുകളൊക്കെ നിൽക്കുന്നത് ചിലപ്പം പരിസ്ഥിതി ലോല പ്രദേശത്തായിരിക്കും. അപ്പം അതൊരു കൺസേൺ ആണ്. ഇപ്പോൾ റിസർവോയർ ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റി, RIS എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? പിന്നെ ഈ ഡാമിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ചില ജീവജാലങ്ങളുണ്ടാവും. ദർ വിൽ ബി സം സ്പീഷീസ്, അതിൽ ചിലത് എൻഡേഞ്ചേർഡ് ആവും. പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവനെ അഫക്റ്റ് ചെയ്യുമോ, ബയോഡൈവേഴ്സിറ്റി അഫക്റ്റ് ചെയ്യുമോ? അപ്പം ഞാൻ നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ എടുത്തിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട് ഇസ് കവേർഡ്. അപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. യു വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ. അപ്പോൾ ഒരു ആർട്ടിക്കിൾ എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുക. ആദ്യം കോണ്ടെക്സ്റ്റ്, അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ്. ഇനി അടുത്തത് പ്രോസ് ആൻഡ് കോൺസ്.
പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചർച്ചയിൽ വരുന്നതെന്നുള്ളത് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. പണ്ട് തുടക്കകാലത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരേ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ലെവലിലെ ഇലക്ഷൻസും ലോക്കൽ ഇലക്ഷൻസും ഒരു സമയത്ത് നടത്താം, സ്റ്റേറ്റ് ഇലക്ഷൻസും ഒരുമിച്ച് നടന്നാൽ അതിന് ചില അഡ്വാൻറ്റേജ് ഉണ്ടാവും, ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. നിങ്ങൾ നോക്കണം. ഇപ്പോൾ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസിനാണ് നമ്മൾ പ്രോസ് എന്നും കോൺസ് എന്നും വിളിക്കുന്നത്. ചിലർ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇനി നമ്മൾ നക്സലിസം പഠിക്കുമ്പോൾ പോലും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും പഠിക്കാറുണ്ട്. പക്ഷേ എല്ലാ ന്യൂസ് ആർട്ടിക്കിളുകൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ ഡ്രഗ്സിൻ്റെ മെനസ് അല്ലെങ്കിൽ നർക്കോട്ടിക് ഇഷ്യൂ നമ്മൾ പഠിക്കുകയാണ്, അതിന് പോസിറ്റീവ്സ് ഒന്നുമില്ല, അതിന് നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആർട്ടിക്കിളിലും ഇതെല്ലാം ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാനൊരു ഓവറോൾ ഫ്രെയിം വർക്കാണ് പറയുന്നത്. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയർ ടോപ്പിക്ക് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ആംഗിൾ എല്ലാം കവർ ചെയ്യാൻ നോക്കുക, മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങളൊരു ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ഈ ഫ്രെയിം വർക്ക് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ഇനി ഒരു ഇഷ്യൂ, ഇനി വേറൊരു ഇഷ്യൂ നമുക്ക് എടുക്കാം. ഒരു ഹങ്കറിൻ്റെ ഒരു ന്യൂസാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, ഗവൺമെൻറ് ഈ ഹങ്കർ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സ്കീമുകൾ കൊണ്ടുതന്നു, പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ ഡ്രഗ്സ് ആയിക്കോട്ടെ, ഡ്രഗ്സിൻ്റെ എതിരെ ഇന്ത്യക്ക് നശാമുക്ത് ഭാരത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു? പോട്ടെ, സിവിലിയൻ സൊസൈറ്റി എന്തൊക്കെ ചെയ്യുന്നു, NGOs എന്തൊക്കെ ചെയ്യുന്നു ഡ്രഗ് പ്രോബ്ലത്തെ മാനേജ് ചെയ്യാൻ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയത്തിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും, ഗവൺമെൻറ് ആ വിഷയത്തെ അഭിമുഖീകരിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഓക്കെ, പ്രൈവറ്റ് പാർട്ടീസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഏതൊരു ടോപ്പിക്കാണെങ്കിലും യു ഷുഡ് ഹാവ് എ വേ ഫോർവേഡ്. ഇത് പലപ്പോഴും ന്യൂസ് പേപ്പറുകളിലും ആർട്ടിക്കിളുകളിലും നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ഓക്കെ, വേ ഫോർവേഡ്. മുല്ലപ്പെരിയാർ ഇനി എന്ത് ചെയ്യാം, ഇന്ത്യയിൽ ഇനി ഡ്രഗ്സിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഈ പറയുന്ന ആർട്ടിക്കിളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം കോണ്ടെക്സ്റ്റ്, എന്തിനിത് ന്യൂസ് വന്നു, രണ്ട് ബാക്ക്ഗ്രൗണ്ട്, അത് കഴിഞ്ഞ് പെസ്റ്റൽ അനാലിസിസ് വഴി ഇതിൻ്റെ എല്ലാ ആംഗിളും കവർ ചെയ്യുക 360 ഡിഗ്രി. പിന്നെ ഇതിന് എന്തെങ്കിലും പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ടോ, അത് കഴിഞ്ഞ് ഇത് മാനേജ് ചെയ്യാൻ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പ്രൈവറ്റ് പാർട്ടീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിന്നെ വേ ഫോർവേഡ്. ഇനി രണ്ട് എക്സ്ട്രാ സാധനങ്ങളൂടെ ഉള്ളൂ. വൺ സ്റ്റാറ്റിസ്റ്റിക്സ്, വൺ കോട്ട്സ്. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ചില ഡേറ്റ ആയിരിക്കും. ഈ ഡേറ്റ നിങ്ങളുടെ ആൻസറിനെ കുറച്ചുകൂടെ നല്ലോണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഒരു ആൻസർ എഴുതുമ്പോൾ, വെറുതെ എഴുതുന്നതും ജനറലായിട്ട് എഴുതുന്നതും അതിനെ ഫാക്ട്സ് കൊണ്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോഴും റിസൾട്ട് മാറും. നിങ്ങളുടെ ആൻസർ എൻറിച്ച്ഡ് ആവും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അതായത് ഇന്ത്യയിൽ ഹങ്കർ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചു. വേറൊരു സ്റ്റുഡൻറ്റ് ഇന്ത്യയിൽ ഹങ്കർ ഉണ്ട്, ഹങ്കർ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് ഇതാണ്, ആരുടെ ഉത്തരത്തിനാണ് വാല്യൂ കൂടുതൽ? ഓബ്വിയസ്ലി രണ്ടാമത്തെ ആളുടെ ഉത്തരത്തിനാണ്. കാരണം ഹീസ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് ഹിസ് വ്യൂ പോയിന്റ് വിത്ത് വാല്യുബിൾ ഡേറ്റ. ഈ ഡേറ്റ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് റിപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ഫേമസ് ആയ ഓർഗനൈസേഷൻ, നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെയോ IMFൻ്റെയോ ആവാം. അപ്പം ആ പറയുന്ന വ്യക്തിയുടെ ആൻസറിന് കുറച്ചുകൂടെ വാല്യൂ കാണും. അപ്പം ചില ഡേറ്റ, ചില സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ഈ പറയുന്ന ആർട്ടിക്കിളിൽ നിന്ന് കിട്ടും, അത് സൂക്ഷിക്കുക. ഇനി അവസാനത്തത് കോട്ടുകൾ. ഏതെങ്കിലും ഒരു കറണ്ട് അഫെയർ ആർട്ടിക്കിളിൽ നിങ്ങൾക്ക് ഒരു കോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, GSന് ഇത് വലിയ ആവശ്യം വരില്ല, പക്ഷേ എത്തിക്സും SA പോലുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഈ കോട്ടുകൾ ആവശ്യം വരാം. അണ്ടർസ്റ്റുഡ്? ഇപ്പോൾ ഗാന്ധിജിയുടെ കോട്ടുണ്ടല്ലോ, എല്ലാവരുടെയും നീഡിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എർത്ത് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ഗ്രീഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇത് നിങ്ങൾക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, അപ്പം ഒരു ആർട്ടിക്കിൾ കണ്ടാൽ യു വിൽ ലുക്ക് ഫോർ ഓൾ ദീസ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പെസ്റ്റൽ, ഓൾ ദ ആംഗിൾസ്, 360 ഡിഗ്രി കവറേജ്, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും, ഗവൺമെൻറ് എന്ത് ചെയ്തു, പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ കുറച്ച് സ്റ്റാറ്റ്സും കോഡ്സും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ന്യൂസ് പേപ്പറിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. നിങ്ങളൊരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഫ്രെയിം വർക്ക് ഇതായിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു ആർട്ടിക്കിളിനെ ഓർഗനൈസ് ചെയ്യുക, ഇൻ യുവർ മൈൻഡ് ആൻഡ് ഇൻ യുവർ നോട്ട്സ്. എല്ലാ കാര്യവും ന്യൂസ് പേപ്പറിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കരുത്. ചില ആർട്ടിക്കിളിൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കും കൂടുതൽ പറയുക, ചില ആർട്ടിക്കിളിൽ അവർ പറയുന്നത് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിരിക്കും, ചില ആർട്ടിക്കിളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ വേ ഫോർവേഡ് മാത്രമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു ന്യൂസ് കാണുമ്പോൾ ഈ പറയുന്ന എല്ലാ ആംഗിളുകളും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യരുത്, മിനിമം ടൈമിൽ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് പോകാൻ നോക്കുക. ഓക്കെ, ഇനി നോട്ട് മേക്കിംഗ്. നിങ്ങൾ കറണ്ട് അഫെയർസ്
പഠിച്ചാൽ മാത്രം പോരല്ലോ, അല്ലെങ്കിൽ വായിച്ചാൽ മാത്രം പോരല്ലോ, നോട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പം നമുക്ക് നോട്ട് ഉണ്ടാക്കാൻ 2 രീതികളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ നോട്ടുകൾ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെയൊക്കെ സമയത്ത് വി യൂസ് ടു മേക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ്. ഈ പത്രത്തിൻ്റെ കട്ടിങ്സ് വരെ എടുത്ത് ഒട്ടിക്കുമായിരുന്നു. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇറ്റ് ഈസ് എൻ ഔട്ട്ഡേറ്റഡ് മെത്തേഡ്. പത്രത്തിൻ്റെ കട്ടിങ് ഒന്നും എടുത്ത് വയ്ക്കാൻ പോകരുത്. ഓക്കെ. ഇപ്പം നമ്മൾ ഡിജിറ്റലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വൺ നോട്ട് ഉണ്ട്, എവർ നോട്ട് ഉണ്ട്, ഇതുപോലെ പല സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പം ഞാനൊന്നും കാണാത്ത പുതിയ സോഫ്റ്റ്വെയറുകളെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടോ? ഓക്കെ. ഇനി ഹാൻഡ് റിട്ടൺ നോട്ട്സിൻ്റെ ഗുണം എന്താണ്? സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ റിട്ടൈൻ മോർ. നിങ്ങളൊരു കാര്യം സ്വന്തം കൈപ്പടയിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ റിട്ടൻഷൻ ഓബിയസ്ലി കൂടുതലായിരിക്കും. നിങ്ങൾ കൂടുതൽ സമയത്ത് അത് ഓർത്തിരിക്കും. പിന്നെ നിങ്ങളുടെ കണ്ണുകളുടെ സ്ട്രെസ്സ് കുറയും, നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും. ക്ലിയർ? അപ്പോൾ ഈ അഡ്വാൻറ്റേജുകൾ റിട്ടൺ നോട്ടുകൾക്കുണ്ട്. ഇനി ഡിജിറ്റൽ നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഈസി എഡിറ്റിംഗ് ആൻഡ് മോഡിഫൈങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ സെൻസിൽ അത് എളുപ്പമാണ്. അതായത് ഒരു ആർട്ടിക്കിളിൽ നിന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കട്ട് കോപ്പി ചെയ്തു, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സാധനം ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഒരു പടം ചേർക്കണോ, ഒരു ഡയഗ്രാം ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ നിങ്ങൾ നോട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി ചില കുട്ടികൾ നോട്ട് ബുക്സിനകത്ത് കറണ്ട് അഫെയർ എഴുതും. ഞാനത് ഒട്ടും സജസ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് ഒരു ന്യൂസ് എഴുതി, അപ്പോൾ നിങ്ങൾ കുറച്ച് സ്ഥലം അതിന് വിട്ടിട്ടുണ്ടാവും. വിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് നിങ്ങൾ കയറും. പക്ഷേ കറണ്ട് അഫെയറിൽ ആ ടോപ്പിക് റിലേറ്റഡുള്ള കണ്ടൻറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ലാതായിപ്പോൾ. ഇത് സോൾവ് ചെയ്യാൻ ചില കുട്ടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ A4 സൈസ് ഷീറ്റ്സിൽ നോട്ട്സ് എഴുതി തുടങ്ങും. അപ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു കണ്ടൻറ്റ് ഇടയ്ക്ക് കയറ്റണമെങ്കിൽ പുതിയൊരു പേപ്പർ അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയാൽ മതി, സ്റ്റാപ്പിൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ നോട്ടിന് ഇത് കുറച്ചുകൂടെ കൺവീനിയൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ആർട്ടിക്കിളിനെ അപ്ഡേറ്റ് ചെയ്യാം, സ്പേസ് കൺസ്ട്രെയിൻ നിങ്ങൾക്കില്ല. ഓക്കെ. അതുപോലെ ഇത് ഓർഗനൈസ് ചെയ്യാനും എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഒരു ടോപ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ നോട്ട്സ് വ്യക്തമായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പോളിറ്റിക്ക് ഒരു ഫോൾഡർ കാണും, ജോഗ്രഫിക്ക് ഒരു ഫോൾഡർ കാണും, എൻവയോൺമെൻറ്റിലൊരു ഫോൾഡർ കാണും. ഇത് തന്നെ ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നിങ്ങൾക്ക് പോളിറ്റിയുടെ ഒരു ഫയൽ വേണം, ഹിസ്റ്ററിയുടെ ഫയൽ വേണം, അതുപോലെ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഫയൽ വേണം. അപ്പോൾ ഇതിനകത്ത് കറണ്ട് അഫെയർ റിലേറ്റഡ് ടു പർട്ടിക്കുലർ സബ്ജക്റ്റ് വിൽ ബി ആഡഡ്. അപ്പം ഡിജിറ്റൽ ആയവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ പേപ്പർ ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നം എന്താ? അവർക്കിത് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഹാൻഡ് റിട്ടൺ വേണോ ഡിജിറ്റൽ വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ അവസാനം നോക്കുമ്പോൾ നിങ്ങളുടെ ബെഡിൽ കുറച്ച് പേപ്പറുകൾ കിടക്കുന്നു, ഡൈനിങ് ടേബിളിൽ കുറച്ച് കിടക്കുന്നു, തറയിൽ കുറച്ച് കിടക്കുന്നു. ഇങ്ങനെ ഒരു ആളാണ് നിങ്ങളെങ്കിൽ ഡോണ്ട് മേക്ക് യൂസ് ഓഫ് ഹാൻഡ് റിട്ടൺ നോട്ട്സ്. യു ക്യാൻ സ്വിച്ച് ടു ഡിജിറ്റൽ നോട്ട്സ്. അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നനുസരിച്ച്. ഇപ്പോൾ ഹാൻഡ് റിട്ടൺ നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. നിങ്ങൾ ഓരോ ഫയലുകൾ സൂക്ഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് റിവൈസ് ചെയ്യണം, എടുത്ത സാധനം അതുപോലെ തന്നെ തിരിച്ചു വെക്കണം. അപ്പോൾ ആ ഡിസിപ്ലിനൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഹാൻഡ് റിട്ടൺ നോട്ട്സ്. മറ്റേതും നല്ലൊരു സൊല്യൂഷനാണ്. ഓക്കെ. ഐ ഡോണ്ട് സജസ്റ്റ് ദിസ് ഓർ ദിസ്. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഡിസൈഡ്. ഇനി ചില കുട്ടികൾ ഇതിൻ്റെ ഒരു മിഡ് വേ കണ്ടുപിടിക്കും. അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡിജിറ്റൽ നോട്ട്സ് ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ആ പ്രിൻ്റ് ഔട്ടിനകത്ത് മാർക്ക് ചെയ്യുകയും അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ എ മെത്തേഡ് യു ക്യാൻ ഫോളോ. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം എന്തായാലും നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പം ഞാൻ എല്ലാ മെത്തേഡും പറഞ്ഞു തന്നു, ഹാൻഡ് റിട്ടൺ മെത്തേഡ് ആൻഡ് ഡിജിറ്റൽ മെത്തേഡ്. നിങ്ങളുടെ ക്യാരക്ടർ അനുസരിച്ച് മേക്ക് യൂസ് ഓഫ് ദ മെത്തേഡ് യു ലൈക്ക്. ഓക്കെ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്നിക്കലായിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഹാവ് നോട്ട്സ് ഓൺ വൺ ഹാൻഡ് ആൻഡ് കമ്പൈലേഷൻ ഓൺ അതർ ഹാൻഡ്. നിങ്ങളുടെ ഉദ്ദേശം കമ്പൈലേഷൻ ഉണ്ടാക്കാനാവരുത്. കമ്പൈലേഷൻ ഉണ്ടാക്കൽ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെയോ ജോലിയായിരിക്കും. ഓക്കെ. അപ്പം ഒത്തിരി ന്യൂസുകൾ കളക്ട് ചെയ്ത് ബൾക്കി ആയിട്ടുള്ള മാഗസീൻ ഉണ്ടാക്കുക, മെറ്റീരിയൽ ഉണ്ടാക്കുക, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയാണ്, അല്ലെങ്കിൽ കണ്ടൻറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ ജോലിയാണ്. നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എപ്പോഴും എന്താണ്? ക്രിസ്പായിട്ടുള്ള നോട്ട്സാണ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 30 പേജിൻ്റെ കറണ്ട് അഫെയർ വായിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു 5 പേജിൽ ഒതുക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 പേജ് അല്ലെങ്കിൽ 2 പേജ് മാക്സിമം, അതായത് 2 സൈഡ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത്രയും ഉള്ളിൽ അത് ഒതുക്കാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം. അത് നോട്ട് മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ദർ വിൽ ബി നോ യൂട്ടിലിറ്റി. നിങ്ങൾ ദിവസവും പത്രത്തിന് 20 പേജ് നോട്ട് ഉണ്ടാക്കി വെച്ചോ, ഒരു മാസം ആകുമ്പോൾ 600 പേജാവും. നിങ്ങളിത് റിവൈസ് ചെയ്യൂ.
നിങ്ങൾ കുറേ കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല ഇഫ് യു ഡോണ്ട് റിവൈസ് ഇറ്റ്. അപ്പം നമുക്ക് വേണ്ടത് എന്താ? നോട്ട്സാണ്. നോട്ട് ഷുഡ് ബി ക്രിസ്പ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓർമ്മ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയർ മാഗസിൻ എടുത്ത് നോക്കാം. അപ്പം നോട്ട്സ് ഓൾവേസ് ഷുഡ് ബി ഇൻ എ ക്രിസ്പ് മാനർ. അല്ലാതെ ഇപ്പോൾ ചിലർ ഫാക്ട് ബുക്കുകൾ കീപ്പ് ചെയ്യാറുണ്ട്. ഫാക്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ കണ്ടൻറ്റുകളൊന്നും കാണത്തില്ല. പുതിയതായിട്ട് നടക്കുന്ന എന്തെങ്കിലും ഫാക്റ്റുകൾ, എന്തെങ്കിലും അവാർഡുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ രണ്ട് വേർഡ് വെച്ച്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫാക്ട് ബുക്ക് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിൻ്റെ അർത്ഥം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ സിമ്പിൾ മീനിങ്. അപ്പോൾ ചിലരിങ്ങനെ ഫാക്ട് ബുക്കുകൾ സൂക്ഷിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, ഇല്ലെങ്കിൽ വിട്ട് കളയാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഇതുവരെ എന്തൊക്കെ പറഞ്ഞു തന്നു സ്റ്റുഡൻസ്? ആദ്യം നമ്മൾ നോക്കിയത് എന്താ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈ വി ആർ സ്റ്റഡിയിങ് കറണ്ട് അഫെയർ. അത് ഒരു സിവിൽ സർവൻറ്റിന് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു. രണ്ടാമത് കറണ്ട് അഫെയറിൻ്റെ വെയിറ്റേജ് വെച്ച് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, ഒരു സിവിൽ സർവീസ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചോളം എന്താണ് കറണ്ട് അഫെയർ, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. അത് കഴിഞ്ഞ് തീം ബേസ്ഡ് അപ്രോച്ച് ഞാൻ ജനറലി പറഞ്ഞു തന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ് ഇതാണ്. ഒരു കറണ്ട് അഫെയർ ആർട്ടിക്കിൾ കാണുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എഡ്ജ് കിട്ടും, അത് ഞാനിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി നോട്ട് മേക്കിങ്ങിൻ്റെ 2 മെത്തേഡ് ഞാൻ പറഞ്ഞു, ഹാൻഡ് റിട്ടൺ ആൻഡ് ഡിജിറ്റൽ നോട്ട്. നിങ്ങളുടെ ക്യാരക്ടറിനെ സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മെത്തേഡ് തിരഞ്ഞെടുക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഞാൻ നിങ്ങളോട് കറണ്ട് അഫെയർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു, എന്ത് പഠിക്കണം പഠിക്കേണ്ട എന്നുള്ളത് പറഞ്ഞു, ഏത് രീതിയിൽ നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എവിടുന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. കാരണം യു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ്, യു വിൽ ബി കൺഫ്യൂസ്ഡ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടേ എവിടുന്ന് പഠിക്കണമെന്ന്. ദാറ്റ് വി വിൽ ഡിസ്കസ് നോ. ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന പേര്, അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താ? ന്യൂസ് പേപ്പേഴ്സ് ഷുഡ് ബി ഡൺ. അപ്പം ആദ്യം ഒരു ചോദ്യം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഷുഡ് ഐ റീഡ് ന്യൂസ് പേപ്പർ? ഇത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം? ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ചില ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടാൽ ദേ വുഡ് സേ ദേ ഹാവൻ റെഡ് കറണ്ട് അഫെയർസ് ബൈ ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പർ വായിക്കാത്ത ടോപ്പേഴ്സും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറാ സിംഗാളുണ്ട് ടോപ്പർ, 2016 or 15, ഐ ഡോണ്ട് കറക്റ്റ്ലി റിമെമ്പർ. പുള്ളിക്കാരി പറഞ്ഞത് ന്യൂസ് പേപ്പർ വായിക്കാറില്ലെന്നാണ്. ഇനിയും എൻ്റെ ഓർമ്മ ഞാൻ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ പല ടോപ്പേഴ്സും പറയുന്നുണ്ട് അവർ ന്യൂസ് പേപ്പർ അധികം ഫോളോ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ എന്നാൽ പിന്നെ ന്യൂസ് പേപ്പർ വായിക്കേണ്ട. അങ്ങനല്ല. ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ്. അവർ വേറെ പലതും ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്കത് അറിയില്ലല്ലോ. കാരണം ഒരു ടോപ്പർ ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്നില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ കറണ്ട് അഫെയർ മാഗസീൻസ് വളരെ റിഗറസ് ആയിട്ട് വായിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകൾ കണ്ടമാനം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ 10 പ്രിലിംസിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി 200 എണ്ണം ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആൻസർ റൈറ്റിങ്ങിൽ ഉഴപ്പുമ്പോൾ പുള്ളി മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് അത് നികത്തുന്നുണ്ടാവും, നമുക്കറിയില്ല. പക്ഷേ ജനറലി എൻ്റെ സജഷൻ ഞാൻ പറയുന്നത് ആബ്സല്യൂട്ട്ലി യെസ്, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണമെന്നുള്ളത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. അതിന് കാരണമുണ്ട്. ഒന്ന്, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. ഒരു അഫയർ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, ഇറ്റ് ഈസ് ഓൺ ഗോയിങ് ഇൻ നേച്ചർ. ഇസ്രായേൽ പലസ്തീൻ, ഇറ്റ് ഈസ് ഓൺ ഗോയിങ് ഇൻ നേച്ചർ. യുക്രൈൻ റഷ്യ, ഇറ്റ് ഈസ് ഓൺ ഗോയിങ് ഇൻ നേച്ചർ. അപ്പോൾ ഒരു കഥയുടെ ക്രോണോളജി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. നിങ്ങൾ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ ക്രോണോളജി, അത് നടക്കുന്ന സമയം ആദ്യം തൊട്ട് അവസാനം വരെ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. യു വിൽ ഹാവ് എ പ്രോപ്പർ ഗ്രാസ്പ്. മറ്റേതൊരു മാഗസിൻ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്ന പോലെ തോന്നും. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് ഇതൊരു പ്രോസസ്സാണ്. അയാളുടെ മനസ്സിൽ പയ്യെ അല്ലെങ്കിൽ തലയിൽ ഇത് പയ്യെ പയ്യെ ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദാറ്റ് വുഡ് ബി മോർ ഈസി. ഇതുപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റി. ഒരു ന്യൂസ് കാണുമ്പോൾ നിങ്ങൾ സ്വയം ആ ന്യൂസിനെ ബ്രേക്ക് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു എബിലിറ്റി നിങ്ങൾക്ക് വേണ്ടേ? നേരത്തെ ഞാനൊരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ഒരു ന്യൂസ് കാണുമ്പോൾ കോണ്ടെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട്, അത് കഴിഞ്ഞ് പെസ്റ്റൽ അനാലിസിസ്, പിന്നെ പ്രോസ് ആൻഡ് കോൺസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തു, ഇനിയും വേ ഫോർവേഡ് എന്താണ്, കുറച്ച് സ്റ്റാറ്റ്സ്, കോഡ്സ്. അപ്പോൾ ഈ ഫ്രെയിം വർക്കിലേക്ക് ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ സ്കിൽ. ആ സ്കില്ല് വെറുതെ ഒരു കറണ്ട് അഫെയർ മാഗസിൻ വായിച്ചാൽ കിട്ടണമെന്നില്ല.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാൾ ഉപയോഗിക്കുന്ന സ്കില്ല്, അയാൾ ആ കഴിവ് വെച്ചിട്ട് അയാൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരികയാണ് കറണ്ട് അഫെയർ മാഗസിനിൽ. അപ്പോൾ യു ആർ ഗെറ്റിംഗ് സ്പൂൺ ഫെഡ്. ഇത് നിങ്ങൾ സ്വയം ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ഇറ്റ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു വ്യൂ പോയിൻറ്റിനെ സ്ട്രക്ചർ ചെയ്തിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ കറണ്ട് അഫെയർ ഡയറക്റ്റ്ലി എഴുതിയ രീതിയിൽ തന്നെ ആയിരിക്കും ചോദ്യം എന്ന് പ്രതീക്ഷിക്കരുത്. ചോദ്യം മറിഞ്ഞും തിരിഞ്ഞും വരാം. എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണം. അപ്പം ന്യൂസ് പേപ്പർ വായിച്ച് സ്വന്തമായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആൻസർ എഴുതാൻ എളുപ്പമായിരിക്കും. കാരണം അയാൾ സ്വന്തമായിട്ടൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ കേപ്പബിളാണ്. അതേസമയം കറണ്ട് അഫെയർ മാഗസിൻ വായിച്ചാലോ അത് വേറെ ആരെങ്കിലും ചെയ്ത വർക്ക് നിങ്ങൾക്ക് സ്പൂൺ ഫെഡ് ചെയ്ത് തരികയാണ്. അപ്പോൾ നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ് കിട്ടണമെന്നില്ല. കറണ്ട് അഫെയർ മാഗസിന് വന്ന രീതിയിൽ തന്നെ ആയിരിക്കില്ല ചോദ്യം വരുന്നത്. പക്ഷേ ഒരു ന്യൂസ് പേപ്പർ വായിച്ച് ഞാൻ നേരത്തെ പറഞ്ഞെന്ന ഫ്രെയിം വർക്കിൽ അതിനെ മുറിക്കാൻ പഠിച്ച ഒരാൾക്ക് ഹി വിൽ ഹാവ് എൻ എഡ്ജ് ഇൻ റൈറ്റിംഗ് ആൻസേഴ്സ്. പിന്നെ നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവും. ഓക്കെ, ക്ലിയർ? അപ്പം എൻ്റെ സജഷൻ, യു ഷുഡ് ആബ്സല്യൂട്ട്ലി റീഡ് ന്യൂസ് പേപ്പർ. നോട്ട് ഉണ്ടാക്കണോ വേണ്ടോ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഷുഡ് വി മേക്ക് നോട്ട്സ്? അവിടെ ഞാൻ യെസ് എന്നും എഴുതിയിട്ടുണ്ട്, നോ എന്നും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടെന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യു ഹാവ് സെപ്പറേറ്റ് സെഷൻ ഫോർ ന്യൂസ് പേപ്പർ റീഡിങ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് യെസ്സും നോയും ഞാൻ പറയാൻ കാരണം നിങ്ങൾ തുടക്കക്കാരാണ്, ആദ്യമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ. ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഹി ഓർ ഷീ വിൽ ടേക്ക് ടൈം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ 3 3.5 2.5 മണിക്കൂർ എടുക്കും ആദ്യമായിട്ട് വായിക്കാൻ. അത് നോർമലാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ UPSC പ്രിപ്പറേഷൻ്റെ ത്രൂ ഔട്ട് ഒരു വർഷം എല്ലാ ദിവസവും 3 മണിക്കൂർ പത്രം വായിക്കാനുള്ള ഒരു അനുവാദം നിങ്ങൾക്കില്ല, മറ്റേ ബ്രഹ്മഗീയത്തിൽ പറയുന്ന പോലെ. കാരണം നിങ്ങൾക്ക് സ്റ്റാറ്റിക് സബ്ജക്റ്റ് പഠിക്കണം, നിങ്ങൾക്ക് ഓപ്ഷണൽ പഠിക്കണം, CSAT പഠിക്കണം, ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 3 മണിക്കൂർ പത്രം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ഫ്രൂട്ട്ഫുൾ. ഇത് ഒന്നുകൂടെ ഞാൻ അവസാനം ഓർമ്മിപ്പിക്കും. അപ്പം നിങ്ങൾക്ക് തുടക്കത്തിൽ ആദ്യത്തെ മാസം ഞാൻ സ്ട്രാറ്റജി എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ മാസം നിങ്ങൾ 3 മണിക്കൂർ എടുത്തോളൂ ഫോർ ദ ഇനീഷ്യൽ മന്ത്. 2 മണിക്കൂർ ന്യൂസ് പേപ്പർ വായിച്ച് 1 മണിക്കൂർ നോട്ട് ഉണ്ടാക്കിക്കോളൂ. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ 2 മണിക്കൂറിലേക്ക് ചുരുക്കണം. അതായത് 1.5 മണിക്കൂർ കൊണ്ട് ന്യൂസ് പേപ്പർ വായിച്ച് 1/2 മണിക്കൂർ കൊണ്ട് നോട്ട് ഉണ്ടാക്കാം. ഇനി മുമ്പോട്ട് പോകുമ്പോൾ 1.5 മണിക്കൂറിനുള്ളിൽ ഈ പരിപാടി എല്ലാം കഴിയണം. 1 മണിക്കൂർ കൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുക, 1/2 മണിക്കൂർ കൊണ്ട് നോട്ട് ഉണ്ടാക്കുക. ഇതിനെ ചുരുക്കി നമ്മൾ 1 മണിക്കൂറിലേക്ക് എത്തിക്കാൻ പറ്റണം നമുക്ക്. ഇതൊരു 4-5 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ലെവലിലേക്ക് എത്തിയിരിക്കണം. എത്തിയിട്ടില്ലെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ഡോണ്ട് മേക്ക് നോട്ട്സ് ഫ്രം ന്യൂസ് പേപ്പർ. കാരണം നിങ്ങൾക്ക് സമയം കുറവാണ്. ആദ്യത്തെ 2-3 മാസം അല്ലെങ്കിൽ 3-4 മാസത്തിനുള്ളിൽ ഈ ഒരു കേപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം. എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ്. ഇനി എത്തുന്നില്ല, നിങ്ങൾ എപ്പോഴും 3 മണിക്കൂർ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഡോണ്ട് മേക്ക് നോട്ട്സ്. കാരണം നിങ്ങൾ 3 മണിക്കൂർ ന്യൂസ് പേപ്പറും വായിച്ച് 2 മണിക്കൂർ നോട്ടും ഉണ്ടാക്കിയാൽ 5 മണിക്കൂർ പോയി. പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല. യു അണ്ടർസ്റ്റുഡ് ദിസ്? അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ മാസങ്ങളിൽ 3-2 മണിക്കൂർ ഓക്കെ ടോട്ടൽ. ബട്ട് വിത്തിൻ 3 to 4 months യു ഷുഡ് റീച്ച് ദ ലെവൽ ഓഫ് 1 to 1.5 hours. അതായത് 1.5 മണിക്കൂറിനുള്ളിൽ മൊത്തം പരിപാടിയും കഴിയണം. പത്രം വായന പ്ലസ് നോട്ട് മേക്കിംഗ്. അത് 1 മണിക്കൂറിൽ 2 ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും? വായിച്ചും കഴിയും, നോട്ട് ഉണ്ടാക്കും കഴിയും. പക്ഷേ അതിന് ഞാൻ അത്രയും സമയമെടുത്തു. അത് ഞാൻ ചെയ്ത പോലെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ഒരു വർഷം കളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുന്നത് പാസ്സാവാനല്ലേ? അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ 1.5 മണിക്കൂർ എന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തുവാണെങ്കിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് നോട്ട്സ്. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനോട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിട്ടുപോയി. ഏത് ന്യൂസ് പേപ്പർ വായിക്കണമെന്നുള്ളത്. വിച്ച് ന്യൂസ് പേപ്പർ യു ഷുഡ് റീഡ്? 2 ഓപ്ഷനാണ് എപ്പോഴും കാണുന്നത്. പണ്ട് കാലത്ത് ഹിന്ദു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വേറെ ഓപ്ഷനും ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്. അന്നും ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, പക്ഷേ ഹിന്ദുവിനെ UPSCയുടെ ബൈബിളായിട്ട് കാണുന്നവർ അത് തന്നെ സജസ്റ്റ് ചെയ്തു. ഞാൻ 2ഉം വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഈദർ ഫോർ ഇന്ത്യൻ എക്സ്പ്രസ് ഓർ ഹിന്ദു. 2ൽ ഏതെങ്കിലും വായിച്ചു. ഇതിലേതാ ബെറ്റർ എന്നുള്ള ഡിബേറ്റാണ്. ഹിന്ദുവിലുള്ള ചില കാര്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കാണില്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ള ചില കാര്യങ്ങൾ ഹിന്ദുവിലും കാണില്ല. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുക, അതിലേതെങ്കിലും. പിന്നെ ന്യൂസ് പേപ്പർ എല്ലാം വായിക്കേണ്ട, UPSC റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രം. നമ്മുടെ ന്യൂസ് പേപ്പർ സെഷനിൽ ഇത് ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പോൾ ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ്. ഇനി നിങ്ങൾക്ക് സമയമുള്ള ഒരാളാണ്,
ഒത്തിരി സമയമുള്ള ഒരാളാണ്, നിങ്ങൾ ഒരു ദിവസം 15 മണിക്കൂർ പഠിക്കാനൊക്കെ തയ്യാറുള്ള ആളാണ്, അല്ലെങ്കിൽ അത്ര കൗതുകമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഹിന്ദു യൂസ് ചെയ്തിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എക്സ്പ്ലെയിൻഡ്. ഈ ഭാഗം മാത്രം നിങ്ങളൊന്ന് വായിച്ചു പോവുക. ഓക്കെ, പഠിക്കുകയല്ല, വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഹിന്ദു വായിക്കുക, ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എക്സ്പ്ലെയിൻഡ് മാത്രം വായിക്കുക. ഇനി നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് നിങ്ങളുടെ ബേസ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡൂ ദാറ്റ്. പക്ഷേ ഹിന്ദുവിൽ വരുന്ന ചില ഇൻ്റർനാഷണൽ റിലേഷൻസ് ന്യൂസ്, ചില എക്കണോമിയുടെ ന്യൂസൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ ബേസിക് സജഷൻ എന്താ? ഗോ ഫോർ ഈദർ ഇന്ത്യൻ എക്സ്പ്രസ് ഓർ ഹിന്ദു. സമയം കൂടുതലുണ്ടെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്ലെയിൻഡ് വായിക്കുക. ക്ലിയർ? ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ഓക്കെ, അപ്പോൾ ഈ 3, 2, 1.5 സ്ട്രാറ്റജി മനസ്സിലായല്ലോ. ഒരു 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3.5 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ 1.5 മണിക്കൂർ എന്ന ലെവലിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. നോട്ട് ഉണ്ടാക്കൽ നിർത്തുക. എങ്ങനെ പോയാലും 3 മണിക്കൂറിൽ കൂടുതൽ കറണ്ട് അഫെയർ പ്രിപ്പറേഷനേ പറ്റില്ല. ആദ്യത്തെ 3 മാസമാണെങ്കിലും അതിൽ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ന്യൂസ് പേപ്പർ വിട്ടുപോയി, അങ്ങനൊരു കേസ് വരാറുണ്ട്. ഒരിക്കലും നിങ്ങൾ ന്യൂസ് പേപ്പറിനെ ബാക്ക്ലോഗായിട്ട് വെക്കരുത്. ചിലർ ജൂലൈ 1-ന് ജൂൺ 25-ലെ കറണ്ട് അഫെയർ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു ദിവസത്തെ കറണ്ട് അഫെയർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വിട്ടുപോയാൽ ലീവ് ഇറ്റ്. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം ന്യൂസ് പേപ്പറിൽ വരുന്ന കറണ്ട് അഫെയറിൽ ഒരു 80 തൊട്ട് 90% ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് റിപ്പീറ്റഡ്. അപ്പോൾ അതൊരു ടെൻഷൻ ആക്കരുത്. ബാക്ക്ലോഗ് ന്യൂസ് പേപ്പർ വായിക്കരുത്. അപ്പം നിങ്ങൾ അങ്ങനെ വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എക്സാമിൽ ഏപ്രിലിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ ഡിസംബറിലെ ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കേണ്ടി വരും. കാരണം ബാക്ക്ലോഗ് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു ശേഷിയും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിൽ വിട്ട് കളയുക, അടുത്ത ദിവസത്തെ വായിച്ചു തുടങ്ങുക. ബാക്ക്ലോഗ് വെച്ച് പോകരുത്. ഇനി നിങ്ങൾക്ക് അത്ര ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ന്യൂസ് പേപ്പർ വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ XOR-Y ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് അഫെയറിൻ്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റാത്ത ദിവസം ഇത് വെച്ച് സംഭവങ്ങൾ ഒപ്പിച്ചെടുക്കുക. ഇനി ചില കുട്ടികൾക്ക് ഇനീഷ്യലി പറ്റുന്ന ഒരു കാര്യമാണ്, അവർക്ക് ന്യൂസ് പേപ്പറും മനസ്സിലാവുന്നില്ല, അവർക്ക് ഈ പറയുന്ന ഡെയിലി ന്യൂസിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ടും ഇത് മനസ്സിലാവുന്നില്ല. അവരെന്ത് ചെയ്യണം? അവർ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ്, ഇവിടെ ഞാൻ പിക്ചറൊന്നും തന്നിട്ടില്ല, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ന്യൂസ് പേപ്പർ അനാലിസിസിൻ്റെ വീഡിയോ കണ്ടാലും മതി തുടക്കകാലത്ത്. കാരണം വിഷ്വലി ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ഗ്രാസ്പ് ചെയ്യും. പക്ഷേ ഇതൊരു എക്കാലത്തെയും പ്രാക്ടീസിലേക്ക് പോകരുത്. കാരണം നിങ്ങൾ സ്വയമേ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കേപ്പബിൾ ആവണം. അപ്പോൾ തുടക്കകാലത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ന്യൂസ് പേപ്പർ സ്കിപ്പ് ചെയ്യുന്ന ദിവസങ്ങളിലോ വായിക്കാൻ തോന്നാത്ത ദിവസങ്ങളിലോ ഈ അനാലിസിസ് കൊണ്ട് കാര്യം ഒപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി കറണ്ട് അഫെയർ മാഗസിൻ വായിക്കണോ വേണ്ടയോ? ഇതിന് ഞാനൊരു ഉത്തരവാണ് ഇട്ടേക്കുന്നത്, യെസ്. അപ്പം സാറ് കറണ്ട് അഫെയർ മാഗസിൻ വായിക്കണമെന്ന് പറയുമ്പോൾ എന്തിനെന്നുള്ള ചോദ്യം വരില്ല. എപ്പോഴും എൻ്റെ ഈ സെഷൻസ് നിങ്ങൾ നോക്കിയാൽ അല്ലെങ്കിൽ സ്ലൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ കാര്യം ഞാൻ ചെയ്യണമെന്ന് പറയുമ്പോഴും അതിൻ്റെ പുറകിലുള്ള യുക്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വൈ ഷുഡ് ഐ റീഡ് കറണ്ട് അഫെയർസ് മാഗസിൻ? ഒന്ന്, ഇത് നിങ്ങളുടെ റിവിഷൻ പർപ്പസിനെ സെർവ് ചെയ്യും. ഇറ്റ് വിൽ സെർവ് യുവർ റിവിഷൻ പർപ്പസ്. അതായത് നിങ്ങൾ ജൂണിലെ കറണ്ട് അഫെയർ മൊത്തം പഠിച്ചു. അതായത് നിങ്ങൾ ജൂണിലെ കറണ്ട് അഫെയർ മൊത്തം പഠിച്ചു. ഓക്കെ, ജൂൺ കഴിഞ്ഞു പോയി. നിങ്ങൾ ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ വായിച്ച് നിങ്ങൾ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ജൂലൈ എത്തി. ജൂണിലെ കണ്ടൻ്റുള്ള കറണ്ട് അഫെയർ മാഗസിൻ ഏത് മാസമാണ് കുട്ടികൾ ഇറങ്ങുന്നത്? ജൂലൈയിലാണ് ഇറങ്ങുന്നത്. ഇറ്റ് ഗെറ്റ്സ് റിലീസ്ഡ് ഓൺ ജൂലൈ. അപ്പം ജൂണിൽ നിങ്ങൾ പഠിച്ച എല്ലാ കറണ്ട് അഫെയറിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് ജൂലൈ ചെയ്യാം ബൈ റീഡിങ് ദീസ് മാഗസിൻസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ജൂണിൽ നിങ്ങൾ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചു, നോട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചു. ജൂലൈ വരുന്നു. ജൂലൈയിലാണ് ജൂൺ മാസത്തിലെ കണ്ടൻ്റുള്ള കറണ്ട് അഫെയർ വിപണിയിൽ ഇറങ്ങുന്നത്. അപ്പം ജൂലൈയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കറണ്ട് അഫെയർ മാഗസിൻ വായിക്കും. അപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ റിവിഷൻ ആവും? ജൂണിലെ പത്രങ്ങളുടെ ഒരു റിവിഷനായിട്ട് ഇത് പ്രവർത്തിക്കും. അപ്പോൾ ഒന്ന് റിവിഷൻ പർപ്പസ്. പിന്നെ ഈ കറണ്ട് അഫെയർ മാഗസീനിൽ കണ്ടൻറ്റ് കുറച്ചുകൂടെ കൺസോളിഡേറ്റഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. പോളിറ്റിയുടെ വേറെ, ഹിസ്റ്ററിയുടെ വേറെ, അല്ലെങ്കിൽ IR-ൻ്റെ വേറെ. അപ്പോൾ സ്ട്രക്ചറിങ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ കറണ്ട് അഫെയറിൻ്റെ നോട്ട് ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും ഡെയിലി നോട്ടെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പോകരുത്. ചില കുട്ടികൾ എന്ത് ചെയ്യും? ഒരു പേപ്പർ എടുത്തിട്ട് ജൂൺ 1 അന്നത്തെ എല്ലാ കറണ്ട് അഫെയറും എഴുതി വയ്ക്കും. അത് കഴിഞ്ഞ് ജൂൺ 2 ആ ദിവസത്തെ കറണ്ട് അഫെയർ എഴുതി വയ്ക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ കറണ്ട് അഫെയർ എഴുതുവാണെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ കറണ്ട് അഫെയർ അതാത് ദിവസത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു മാസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഈ പോളിറ്റിയുടെ ഒരു ചെറിയ കെട്ട് കാണണം, ആർട്ടിൻ്റെ ഒരു ചെറിയ കെട്ട് കാണണം, ഇൻ്റർനാഷണൽ റിലേഷൻ്റെ ഒരു ചെറിയ കെട്ട് കാണണം. അങ്ങനെ കറണ്ട് അഫെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മിക്സപ്പ് ആയിട്ട് എഴുതി വെക്കരുത്.
കാരണം റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഏറ്റവും ചെറിയ രീതിയിൽ ക്രിസ്പായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക. ഓക്കെ, ഇനി ഷുഡ് ഐ മേക്ക് നോട്ട്സ്? ഈ കറണ്ട് അഫെയർ മാഗസീനിൽ നിന്ന് നോട്ട് ഉണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് യെസ് ആൻഡ് നോ. എന്താണ് കാര്യം? നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പറിൻ്റെ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് കറണ്ട് അഫെയർ വരുന്നത്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ നോട്ട് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ കറണ്ട് അഫെയർ മാഗസീനിൽ നിന്ന് സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കണ്ട. എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. ഇനി നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല, നിങ്ങൾ ന്യൂസ് പേപ്പർ നോട്ട് ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ ഇതിൻ്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്ത് വെക്കുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടെ യെസ് ആൻഡ് നോ ഇട്ടേക്കുന്നത് എന്താ? നിങ്ങൾ ഡെയിലി ന്യൂസ് നോട്ട് ആക്കുന്ന ഒരാളാണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ഡു ദിസ്, ഡോണ്ട് മേക്ക് സെപ്പറേറ്റ് നോട്ട്സ് ഫോർ ദിസ്. എക്സ്ട്രാ എന്തെങ്കിലും കിട്ടിയാൽ മാത്രം ആഡ് ചെയ്താൽ മതി. അല്ല, നിങ്ങൾ ന്യൂസ് പേപ്പറേ ഡെയിലി വായിക്കാത്തതോ അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ ഇതിനകത്തുനിന്നൊരു സമ്മറി ഉണ്ടാക്കണം. കാരണം റിവൈസ് ചെയ്യാൻ നിങ്ങളൊരു 150 പേജിൻ്റെ കറണ്ട് അഫെയർ അത് 10 മാസമാകുമ്പോൾ 1500 പേജാവും. നിങ്ങൾ പരീക്ഷയുടെ തലേന്ന് 1500 പേജ് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സമ്മറി കിട്ടണം. ഒന്നുകിൽ ഇതിൻ്റെ സമ്മറി, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ന്യൂസിൻ്റെ സമ്മറി, ചെറിയ ചെറിയ നോട്ട്സ് നിങ്ങളെ കാണണം ഫോർ ഈസി റിവിഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറണ്ട് അഫെയർ മാഗസിൻ്റെ നോട്ട് വേണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഡെയിലി ന്യൂസ് നോട്ട്സ് ഉണ്ടാക്കുന്നത് അനുസരിച്ചിരിക്കും. ഡെയിലി ന്യൂസ് നോട്ട്സ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നോ നീഡ് ടു മേക്ക് സെപ്പറേറ്റ് നോട്ട്സ് ഫ്രം കറണ്ട് അഫെയർ മാഗസിൻ. നിങ്ങൾക്ക് മൊത്തത്തിൽ കറണ്ട് അഫെയറിന് ഒറ്റ കണ്ടൻറ്റേ ഉണ്ടാവുള്ളൂ, അത് മാക്സിമം ക്രിസ്പായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ക്ലിയർ? ഇനി വേറെ എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഗവൺമെൻറ് റിപ്പോർട്ട്സ് ആൻഡ് പബ്ലിക്കേഷൻസ്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേജറായിട്ട് ബഡ്ജറ്റ്, ഇക്കണോമിക് സർവേ. ഈ ബഡ്ജറ്റ് എക്കണോമിക് സർവേ നിങ്ങൾക്ക് ഫെബ്രുവരി വരുമ്പോൾ അപ്പം തന്നെ ഇത് ചെയ്ത് വെക്കുക. നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് വായിക്കണമെന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ സമയത്ത് ഇത് 2 വോളിയം ആയിരുന്നു പലപ്പോഴും. അപ്പോൾ ഈ 2 വോളിയം ഞാൻ പലപ്പോഴും ഒറിജിനൽ ബുക്കിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ഐ വുഡൻ സജസ്റ്റ് ദ സെയിം ഫോർ യു. ഇപ്പോൾ ഇഷ്ടം പോലെ ജിസ്റ്റ് കിട്ടും, അതിനകത്തുനിന്ന് വായിച്ചാൽ മതി. പക്ഷേ അത് ഫെബ്രുവരി തന്നെ കവർ ചെയ്യാൻ നോക്കുക. ഇത് പ്രിലിംസിനും മെയിൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, ARCയുടെ ചില റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകളും ഇറ്റ് ഈസ് ഗുഡ്, പക്ഷേ ഇതെല്ലാം വായിക്കണമെന്നില്ല. ഇത് നിങ്ങളുടെ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്ത് തരണം. ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതാത് സബ്ജക്റ്റിൻ്റെ എന്തൊക്കെ റിപ്പോർട്ട് വായിക്കണം. അപ്പോൾ ഞാൻ ഇൻ്റേണൽ സെക്യൂരിറ്റി പറഞ്ഞാൽ ഞാൻ എന്ത് വായിക്കണമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. സെലക്റ്റീവ് റീഡിങ്, നീതി ആയോഗ് എന്തെങ്കിലും റിപ്പോർട്ട് ഇറക്കിക്കഴിഞ്ഞാൽ അത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് വേണ്ട കാര്യങ്ങൾ സെലക്റ്റീവ്ലി വായിക്കുക. മിനിസ്ട്രിയുടെ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ വെബ്സൈറ്റുകൾ, നിങ്ങളൊരിക്കലും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റ് പോയി അത് മൊത്തം കാണാതെ പഠിക്കാനും നിൽക്കരുത്. വേണ്ടത് വളരെ സെലക്റ്റീവായിട്ട് ബുദ്ധിപൂർവ്വം മാത്രം ഈ സൈറ്റുകളും റിപ്പോർട്ടുകളും ഉപയോഗിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക് സർവേ. ബാക്കിയെല്ലാം സെലക്റ്റീവാണ്. ഇത് ARC ആണെങ്കിലും ഇതിനകത്ത് ഇന്ത്യൻ ഇയർ ബുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. ഈ സാധനങ്ങളൊക്കെ സെലക്റ്റീവായിട്ട് വായിക്കുക. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഡ്വെൽവിങ് ഇൻ ടു ഈച്ച് ഇൻ ഡീറ്റെയിൽസ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റിക്കും ബാക്കി കാര്യങ്ങളും നടക്കില്ല. ഇത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, ബഡ്ജറ്റ് എക്കണോമിക് സർവേ. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾ കുറയ്ക്കുക. മാക്സിമം വേണ്ട കാര്യങ്ങൾ മാത്രം മിനിമലായിട്ട് അതിൽ നിന്ന് എടുക്കുക. ഇനി പബ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന 2 പബ്ലിക്കേഷനാണ് യോജന ആൻഡ് കുരുക്ഷേത്ര. എല്ലാ കണ്ടന്റും നല്ലതാണ് കുട്ടികളെ, പക്ഷേ എല്ലാം വായിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. ഈ കുരുക്ഷേത്ര ആദ്യം പറയാം. നിങ്ങൾ അഗ്രികൾച്ചർ ഓപ്ഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാർ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പർട്ടിക്കുലർ മന്തിൽ കുരുക്ഷേത്ര വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾ പറഞ്ഞാൽ അത് മാത്രം വായിക്കുക. അല്ലെങ്കിൽ യു ക്യാൻ സേഫ്ലി സ്കിപ്പ് കുരുക്ഷേത്ര, വിട്ടുകളയുക. യോജന മാഗസീൻ വളരെ നല്ലൊരു മാഗസീനാണ്. കാരണം ഈ യോജനയ്ക്കകത്ത് എഴുതുന്നവർ പലരും ഗവൺമെൻറ്റിൽ സെർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആർട്ടിക്കിൾസിന് ആ ഒരു വെയിറ്റ് കാണും. പിന്നെ പലപ്പോഴും UPSCയുടെ മെയിൻസിൻ്റെ ചോദ്യങ്ങൾ എഴുതിയാലും നമ്മുടെ യോജന ഹെൽപ്പ് ചെയ്തതായിട്ട് കാണാൻ കഴിയും നിങ്ങളുടെ കണ്ടൻറ് എൻറിച്ച്മെൻറ്റിന്. അപ്പോൾ യോജന നല്ലതാണ്. യോജന നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജിസ്റ്റ് വാങ്ങിച്ച് വായിക്കാം. ഈ 100 പേജിൻ്റെ യോജനയാണെങ്കിൽ 10 പേജ് ജിസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് മന്ത്ലി കവർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിന് നമ്മൾ ഒരു പരിധി കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇവിടെ സമയം ചിലവഴിച്ചാൽ വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ സമയം കട്ടാവും. അപ്പോൾ യോജനയുടെ ജിസ്റ്റ് വായിച്ചാൽ മതി, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണെങ്കിൽ. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ കറണ്ട് അഫെയർ മാഗസീൻ, നിങ്ങൾക്ക് 100 പേജുള്ള മാഗസീൻ ആണെങ്കിൽ അത് ഡെയിലി ഒരു 10 പേജ് വെച്ച് വായിച്ചു പോകും. അപ്പോൾ അത് കവറായി പോകും. ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കാൻ നോക്കരുത്. സ്ട്രക്ചർ ചെയ്യുക. 10 ദിവസം 10 അല്ലെങ്കിൽ 30 ദിവസം ഓരോ ദിവസം 5 പേജ് വെച്ച്. 10 പേജൊന്നും പഠിക്കേണ്ട, ഓരോ ദിവസം 5 പേജ് പഠിച്ചാൽ മതി. 150 പേജസ് ഒന്നും ഇല്ല കറണ്ട് അഫെയർ മാഗസീൻസ്. അത് മാക്സിമം ഒരു 120 വരെയൊക്കെ പോവുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാൻ വിട്ടുപോയി. സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യം, സാറേ ഏത് കറണ്ട് അഫെയർ മാഗസീനാണ് വായിക്കേണ്ടതെന്ന്. അത് ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് തിരിച്ചു വന്ന് പറഞ്ഞു തരികയാണ്. ഏത് വായിച്ചാലും കുഴപ്പമില്ല.
ഒരു മിനിമം ക്വാളിറ്റിയുള്ള ഏത് കറണ്ട് അഫെയർ മാഗസിൻ വായിച്ചാലും കുഴപ്പമില്ല. കാരണം ഒരു കറണ്ട് അഫെയർ മാഗസിനുള്ള ന്യൂസ് ചിലപ്പോൾ മറ്റേത് കാണില്ല, ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ വിഷനിലുള്ളതെല്ലാം ഇൻസൈറ്റിൽ കാണില്ല, ഇൻസൈറ്റിലുള്ളതെല്ലാം വിഷനിൽ കാണില്ല. അപ്പോൾ ഞാൻ ഒരുമാതിരി എല്ലാ മാഗസിൻസും വായിച്ചിട്ടുണ്ട്. ഇൻസൈറ്റ്സ്, IAS ബാബ, പണ്ട് ബൈജൂസിൻ്റെ ഇറങ്ങായിരുന്നു, ദൃഷ്ടി, പ്രതിയോഗിത ദർപ്പൺ, കിട്ടാവുന്ന എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫൈൻഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താ, എല്ലാത്തിനകത്തും കണ്ടൻറ്റ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ. ഒരെണ്ണത്തിനകത്തുള്ളത് മറ്റേനകത്തില്ല. ഇപ്പോൾ ചിലർ പറയും വാജിറാമിൻ്റെ റിസൈറ്റിൽസ് മെയിൻ സ്പെസിഫിക് ആയിട്ട് കുറച്ച് നല്ലതാണ്. ചിലർ പറയും വിഷൻ്റെ മാഗസിൻ, കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഈ വിഷൻ്റെ മാഗസിനാണ്. ഞാനിത് പഴയ കോപ്പിയാണ്, അന്നോട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഇത് എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ വിഷൻ്റെ മാഗസിനെ പറ്റി പലരും പറയുന്നത് വളരെ ക്രിസ്പാണ്, ഇത് പലപ്പോഴും 70-80 പേജേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എക്സ് ഓർ വൈ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇപ്പോൾ ഇഷ്ടമുള്ള കറണ്ട് അഫെയർ മാഗസിൻ എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ അനുവാദമില്ല. അതിലൊരു അനുവാദമില്ലാത്ത കാര്യമാണ് MCQs റിലേറ്റിംഗ് ടു കറണ്ട് അഫെയർ. ദിവസം ഒരു 5 ക്വസ്റ്റ്യൻസ് ഡെയിലി കറണ്ട് അഫെയർ ബേസ്ഡ് 5 ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും 5 ക്വസ്റ്റ്യൻ അല്ല, ഒരു മാസം ആകുമ്പോൾ 150 ക്വസ്റ്റ്യൻ ആവും, ഒരു വർഷം ആകുമ്പോൾ അത് 1800 ക്വസ്റ്റ്യൻ ആവും. 1800 ക്വസ്റ്റ്യൻ ചെയ്താൽ യു വിൽ ഡെവലപ്പ് യുവർ സെൽഫ്. ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. പിന്നെ നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഒരു ഡേറ്റ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഹിന്ദു വായിച്ചു, നോട്ടുണ്ടാക്കി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് അഫെയർ, ഇപ്പോൾ ഞങ്ങളും പ്രൊവൈഡ് ചെയ്യും ഡെയിലി കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ്, അത് ചെയ്തു നോക്കുക. ചെയ്യുമ്പോൾ 2 കാര്യം ഉണ്ടാവും, നിങ്ങൾക്കൊന്ന് റിവിഷൻ ഇത് സഹായിക്കും. 2, നിങ്ങൾ തെറ്റിച്ച കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കില്ല എന്നല്ല, മറക്കില്ല. അപ്പം ഞാൻ പറയുന്നത് ഡെയിലി 5 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ഇസ് മസ്റ്റ്. യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇനി ഇതൊന്നും കൂടാതെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി നല്ല മാഗസീനാണ്, ഒരു സംശയമില്ല. സയൻസ് റിപ്പോർട്ടർ, ഡിപ്ലോമാറ്റ്, പ്രതിയോഗ ദർപ്പൺ, ചിലർ പറയും ഓൾ ഇന്ത്യ റേഡിയോയുടെ സമ്മറി ഉണ്ടാക്കുക. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ഇൻഡിവിജ്വലാണ്. നമ്മൾ 10 തലയുള്ള രാവണനല്ല, 100 കൈയുള്ള വ്യക്തിയല്ല, 100 ബ്രെയിനുള്ള വ്യക്തിയല്ല. നമുക്ക് സമയം എന്ന് പറഞ്ഞ സാധനം ലൈഫിൽ ഇറ്റ് ഇസ് ലിമിറ്റഡ്. സമയത്തെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനോ വെട്ടിച്ചുരുക്കാനോ പറ്റില്ല. ഇത്രയും സമയമുള്ളൂ. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അണ്ടർസ്റ്റുഡ്? അപ്പം നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റില്ല. ചിലർ ചിലപ്പോൾ EPW വായിക്കും, അവർ യോജന വായിക്കുന്നുണ്ടാവില്ല. ചിലർ ഈ മാഗസീൻസ് എല്ലാം വായിക്കും, കറണ്ട് അഫെയർ മാഗസീൻ വായിക്കുന്നുണ്ടാവില്ല. ചിലർ കറണ്ട് അഫെയർ മാഗസീൻ വായിക്കും, ഇതൊന്നും വായിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരെയും കൊണ്ട് പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ചെയ്യുക, അത് ക്വാളിറ്റിയോടെ ചെയ്യുക, ഒരു ടീച്ചറിൻ്റെ ഗൈഡൻസ് ചെയ്യുക. യു വിൽ സക്സീഡ്. അത്രയും വിശ്വാസം ഒരു ടീച്ചറിലും നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ കാണിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും നല്ല ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഐ വിൽ പ്രൊവൈഡ് യു ദാറ്റ്. ഞാൻ പറയും, സ്റ്റുഡൻറ്റ് X or Y EPW ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി വായിക്കുക. അല്ലാതെ EPW എപ്പോഴും വായിക്കാനും സയൻസ് റിപ്പോർട്ടർ എപ്പോഴും വായിക്കാനും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ ഫോക്കസ് കുറയും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് വേണം. നിങ്ങൾ ഇത് വായിച്ചാൽ അവിടെ ഇത്തിരി കുറയ്ക്കാം. എല്ലാം കൂടെ ചെയ്യാൻ ശ്രമിക്കരുത്, യു വിൽ ഓവർ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ചുമ്മാ പഠിച്ചാൽ പോരാ. കറണ്ട് അഫെയർ ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു RRR സിനിമ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ട ഒരു രീതിയാണ് റീഡ്, റിവൈസ് ആൻഡ് റീപ്രൊഡ്യൂസ്. റീഡ്, റിവൈസ് ആൻഡ് റീപ്രൊഡ്യൂസ്. ആദ്യം വായിക്കുക, മനസ്സിലാക്കുക, പിന്നെ അത് റിവൈസ് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം, ഒരു കറണ്ട് അഫെയർ പഠിച്ചു കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പരീക്ഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? എക്സാമിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? യു കനോട്ട്. ആദ്യം വായിക്കണം, പിന്നെ അത് വായിച്ച സാധനങ്ങൾ കൺസോൾഡേറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തിട്ട് അത് പേപ്പറിൽ എഴുതാൻ പറ്റണം. ഇനി നിങ്ങൾ വായിക്കുകയും ചെയ്തു, റിവൈസും ചെയ്തു, പിന്നെ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന രീതിയോ റിവൈസ് ചെയ്യുന്ന രീതിയോ ശരിയല്ല. ഇത് മൂന്നൂടെ ഒരുമിച്ച് താളത്തിൽ വന്നാലേ നിങ്ങൾ സക്സീഡ് ആവും. യു ഷുഡ് റീഡ്, യു ഷുഡ് പ്രോപ്പർലി റിവൈസ് ആൻഡ് യു ഷുഡ് പ്രോപ്പർലി റീപ്രൊഡ്യൂസ്. അപ്പം RRR ഫോർമുല മനസ്സിലാക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കറണ്ട് അഫെയറിൻ്റെ നോട്ട് വളരെ ബൾക്കി ആക്കി വെക്കരുത്. വെച്ചാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു മാസം 250 പേജിൻ്റെ കറണ്ട് അഫെയർ ഉണ്ടാക്കി വെച്ചാൽ യു കനോട്ട് റീപ്രൊഡ്യൂസ്. ഇഫ് യു ഹാവ് 30 or 40 പേജർ, മേ ബി യു വിൽ ബി ഏബിൾ ടു റിവൈസ് ദാറ്റ്. ക്ലിയർ? അത്രയും തന്നെ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ മിനിമൽ ഫാക്റ്റുകൾ എഴുതി വയ്ക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഫാക്റ്റ് വായിക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വരണം. വന്നില്ലെങ്കിൽ നിങ്ങൾ കറണ്ട് അഫെയർ മാഗസിൻ എടുത്ത് നോക്കിക്കോളൂ, ആസ് എ റെഫറൻസ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തോളൂ. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് കൺസൈസ് ആയിരിക്കണം, അവസാന സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇതെല്ലാം പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫൈനൽ സജഷനാണിത്. ഒരു ന്യൂസ് പേപ്പർ നിർബന്ധമായിട്ട് വായിക്കുക. നോട്ട് ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളത് ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞു കാര്യങ്ങളും അതിൻ്റെ കണ്ടീഷണാലിറ്റീസും പറഞ്ഞു.
ഒരു ന്യൂസ് പേപ്പർ, ഒരു കറണ്ട് അഫെയർ മാഗസീൻ, ഗവൺമെൻറ് റിപ്പോർട്ടുകളും കാര്യങ്ങളും സെലക്റ്റീവായിട്ട് റീഡ് ചെയ്യുക. അതിനകത്ത് തന്നെ ബഡ്ജറ്റ് എക്കണോമിക് സർവേ നല്ലോണം ചെയ്യുക. യോജനയും കുരുക്ഷേത്രയും ഒന്നുകിൽ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ വളരെ സെലക്റ്റീവായിട്ട് വായിക്കുക. ഇപ്പം ഞങ്ങൾ GECയിൽ കറണ്ട് അഫെയർ ബൂസ്റ്റർ ഉണ്ടാവും. അത് നല്ലൊരു മെറ്റീരിയലാണ്. വീക്ക്ലി ബേസിൽ നമ്മൾ ക്ലാസ് എടുക്കും. അതെന്താ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സപ്പോസ് ന്യൂസ് പേപ്പർ വായിക്കാൻ വിട്ടുപോയി, കറണ്ട് അഫെയർ ഒരാഴ്ച വിട്ടുപോയി, നിങ്ങൾ പേടിക്കേണ്ട. ഏറ്റവും മേജർ ആയിട്ടുള്ള കറണ്ട് അഫെയർ എങ്കിലും നിങ്ങളെ നല്ലതായിട്ട് കവർ ചെയ്യിപ്പിക്കും. വിത്ത് ദ ഹയസ്റ്റ് ക്വാളിറ്റി പോസിബിൾ, വിത്ത് എക്സ്ട്രാ കണ്ടൻറ്റ്, വിത്ത് എൻറിച്ച് കണ്ടൻറ്റ് ഇൻ ഇറ്റ്. അപ്പം ഇത് വീക്ക്ലി ബേസിലായിരിക്കും. യു ക്യാൻ ഫോളോ ദ ക്ലാസ്സസ്. GEC സ്റ്റുഡൻസിന് എല്ലാ ആഴ്ചയും ക്ലാസ് ഉണ്ടാവും. പിന്നെ ഡെയിലി MCQ. ഇത് ഓപ്ഷണലാണ്. ഇത് ഒരു ക്വാളിറ്റി എൻഹാൻസറാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്റ്റുഡൻസിന് അത് കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഫൈനൽ സജഷൻ പറയാം. ഒരു ന്യൂസ് പേപ്പർ, ഒരു കറണ്ട് അഫെയർ മാഗസീൻ, ഗവൺമെൻറ് റിപ്പോർട്ട്, അത് സെലക്റ്റീവായിട്ട് മാത്രം വായിക്കുക, എല്ലാം വായിക്കരുത്. ബഡ്ജറ്റ് എക്കണോമിക് സർവേ മാത്രം ഫോളോ ചെയ്യുക. യോജന കുരുക്ഷേത്രയുടെ നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ GEC ബൂസ്റ്റർ നിങ്ങളിവിടെ ഉള്ളതുകൊണ്ട് ആ ഫെസിലിറ്റീസ് എന്തായാലും ഉപയോഗിക്കുക. ഡെയിലി കറണ്ട് അഫെയർ MCQ. അപ്പം ഞാൻ പറയും ന്യൂസ് പേപ്പർ, കറണ്ട് അഫെയർ മാഗസീൻ, ഡെയിലി MCQ. ഇതിനകത്ത് കോംപ്രമൈസ് ഇല്ല. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കണം. അതുപോലെ തന്നെ ഒരു കറണ്ട് അഫെയർ മാഗസീനും വായിക്കണം, MCQ ചെയ്യണം. അപ്പം ഞാൻ ഏറ്റവും ചുരുക്കിയാൽ 1 ന്യൂസ് പേപ്പർ, 1 കറണ്ട് അഫെയർ മാഗസീൻ ആൻഡ് ഡെയിലി MCQ. ഇതിനകത്ത് കോംപ്രമൈസ് വരുത്തി കഴിഞ്ഞാൽ യു വിൽ ഹാവ് പ്രോബ്ലംസ്. ഓക്കെ, ന്യൂസ് പേപ്പർ റീഡിങ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതിന് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കുക. ഒരു ന്യൂസ് പേപ്പർ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാം, എന്തൊക്കെ വായിക്കണമെന്നുള്ളത് ലൈവായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, ദാറ്റ് സെക്ഷൻ ഈസ് ഓൾസോ ഗോയിങ് ടു ബി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഡോണ്ട് ഓവർ ഡു. ഏറ്റവും ഫൈനലി ഞാൻ പറയുന്ന വാണിംഗ് ആണത്. അതായത് കറണ്ട് അഫെയറിന് വേണ്ടി നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ സമയം ചിലവാക്കിയാൽ, ഞാൻ ഈ ക്ലാസ് തുടങ്ങിയത് എങ്ങനെയാണ്, കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനതിനെ ഒത്തിരി ബൂസ്റ്റ് ചെയ്തു കറണ്ട് അഫെയറിനെ. പക്ഷേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ കൂടുതൽ എളുപ്പം ഏതിനാണ്? സ്റ്റാറ്റിക്കിനാണ്. വെയിറ്റേജ് ഏതിനാണ്? സ്റ്റാറ്റിക്കിനാണ്. അപ്പോൾ കറണ്ട് അഫെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ പലതവണയും 3-1 അല്ലെങ്കിൽ 4-1. അപ്പോൾ 25 to 33%. ബാക്കി 66 or 75% എന്താണ്? സ്റ്റാറ്റിക്കാണ്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് അഫെയർ നിങ്ങൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് സ്റ്റാറ്റിക്ക് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാസ്സാവില്ല. അത് ബ്ലണ്ടായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. അപ്പം ഞാനിവിടെ ഒരു കേക്ക് കാണിച്ചിട്ടുണ്ട്. കേക്കാണ് നിങ്ങളുടെ സ്റ്റാറ്റിക്. അതിൻ്റെ മേളിലുള്ള ഐസിങ്ങും മറ്റേ ചെറിയുമൊക്കെയാണ് കറണ്ട് അഫെയർ. അപ്പോൾ നിങ്ങൾ ഐസിങ്ങും ചെറിയും അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പിങ്സും മാത്രം നോക്കി നിങ്ങൾ മേജർ കേക്കിനെ ഒഴിവാക്കിയാൽ യു വോണ്ട് പാസ് ദ എക്സാം. അപ്പോൾ കേക്ക് സ്റ്റാറ്റിക്കാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ മേളിൽ നിങ്ങൾക്കൊരു എഡ്ജ് കിട്ടാനുള്ള ഐസിങ് അല്ലെങ്കിൽ ടോപ്പിങ് മാത്രമാണ് കറണ്ട് അഫെയർ. അപ്പം കൊടുക്കേണ്ട ഇമ്പോർട്ടൻസേ എല്ലാത്തിനും കൊടുക്കാവുള്ളൂ. ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, കൊടുക്കേണ്ട ഇമ്പോർട്ടൻസേ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ യു ആർ ഡൂം ടു ഫെയിൽ. പിന്നെ അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ഞാൻ പറയാറുണ്ട്, ഞാൻ വെറുതെ പറയാറുണ്ട്, കറണ്ട് അഫെയർ ഈസ് എ പാർട്ട്, നോട്ട് ദ ഹാർട്ട് ഓഫ് യുവർ പ്രിപ്പറേഷൻ. അത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ബട്ട് ഹാർട്ട് എന്താണ്? സ്റ്റാറ്റിക്കാണ്. സ്റ്റാറ്റിക്ക് നമ്മൾ വിടരുത്. സ്റ്റാറ്റിക്ക് വിട്ടുകൊണ്ട് കറണ്ട് അഫെയർ കളിക്കാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ നോ വെൻ ടു സ്റ്റോപ്പ്. അതായത് ജനറലി കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കറണ്ട് അഫെയർ എത്ര വർഷത്തെ പഠിക്കും? ഓൺ ദ സേഫർ സൈഡ് ഐ ഓൾവേസ് സേ 1.5 years. 1.5 വർഷം വരെ നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കണം. അതായത് പരീക്ഷയ്ക്ക് 1.5 വർഷം മുമ്പ് വരെയുള്ള കറണ്ട് അഫെയർ പഠിക്കുക. ഇനിയും അത് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വർഷം. ഓക്കെ, കാരണം പല കറണ്ട് അഫെയറും റിപ്പീറ്റിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മിനിമം 1 year, ഓൺ എ സേഫർ സൈഡ് 1.5 year. 1 വർഷമെങ്കിലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയണം, നിങ്ങൾ കറണ്ട് അഫെയറിൻ്റെ വായനയുടെ ഇൻറ്റൻസിറ്റി കുറച്ച് വരണം. അതായത് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ പ്രിലിംസ് വരുന്നത് മോസ്റ്റ് പ്രോബ്ലി ഇൻ മെയ്യിലാണ് പ്രിലിംസ് വരുന്നത്. ഒരു ഏപ്രിലാകുമ്പോൾ നിങ്ങൾ കറണ്ട് അഫെയർ റീഡിങ് സ്റ്റോപ്പ് ചെയ്തോ. അത് നമുക്ക് പിന്നെ വായിക്കാം. ഏപ്രിൽ ഡോണ്ട് റീഡ് ദ കറണ്ട് അഫെയർ മെറ്റീരിയൽ. അല്ലെങ്കിൽ മാർച്ച് മിഡ് തൊട്ട് യു ക്യാൻ സ്റ്റോപ്പ് റീഡിങ്. കാരണം ക്വസ്റ്റ്യൻസ് അതിന് മുമ്പ് ഫ്രെയിം ചെയ്യപ്പെട്ടു. പിന്നെ നിങ്ങൾ കറണ്ട് അഫെയർ വായിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ മെയിൻസിനാണ് വരുന്നത്. അത് നമുക്ക് അപ്പോൾ ഡീൽ ചെയ്യാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഐ എം ടെല്ലിങ് ദിസ് ഫ്രം മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏപ്രിലിന് മുമ്പ് സ്റ്റോപ്പ് റീഡിങ് കറണ്ട് അഫെയർ. അല്ലെങ്കിൽ ഏപ്രിലിൽ നിർത്തുക. ഏപ്രിലിലെ കറണ്ട് അഫെയർ വായിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ ഒരു ഓവർവ്യൂ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ഹാവ് എനി ക്വയറി യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അപ്പം ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ. നമ്മളെല്ലാ ആംഗിളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കറണ്ട് അഫെയർ ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫെയറിൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം എന്താണ് കറണ്ട് അഫെയർ, എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ട ഫ്രെയിം വർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോട്ട് മേക്കിങ്ങിൻ്റെ ചില ബേസിക് ഐഡിയാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഉപദേശം, ഒരിക്കലും ഓവർഡു ചെയ്ത് എക്സോസ്റ്റഡ് ആവരുത്.
അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ഇരുന്ന് വേണം കേട്ട് നോക്കുക. കാരണം നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ട് കഴിഞ്ഞാൽ ഉപദേശത്തിന് അർത്ഥമില്ല. അപ്പോൾ ഇതിൻ്റെ സത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. ഇറ്റ് ഈസ് ഓൾവേസ് ബെനിഫിറ്റ്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്തൊരു സ്ട്രാറ്റജി സെഷനുമായിട്ട് വീണ്ടും കാണാം.